വൈകിട്ട് 3 മണിക്ക് പോകാൻ നിൽക്കുമ്പോൾ 12:30 മണിക്കാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അടുത്ത ദിവസം ഇനാഗുറേഷൻ ആയിരുന്നു. അത് ഭയങ്കര എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സെറ്റ് ബാക്ക് ആയിരുന്നു. അത് മൊത്തത്തിലൊരു ഇരുട്ടായ പോലെ, കാരണം അത്രയും എനിക്കൊരു ഫ്രണ്ട്ലി ആയിരുന്നു അച്ഛൻ. ജി കാർത്തികൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, വിജയ് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് ഹിന്ദുസ്ഥാൻ ലിവറിനോടും മൾട്ടിനാഷണൽ കമ്പനികളോടാണ്, പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസമായിരിക്കും എന്ന്. അപ്പോഴേക്കും ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ മിഥുന സിനിമയിൽ മോഹൻലാല് അനുഭവിച്ച അതേ പ്രയാസം ഞാൻ അത് തുടങ്ങുന്ന സമയത്ത് അനുഭവിച്ചു. അത് തുടങ്ങാൻ വേണ്ടി അനുമതിക്ക് വേണ്ടി പോയപ്പോൾ നടന്ന് തോറ്റു. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ബോധപൂർവ്വം ഇങ്ങനെ മടക്കി അയക്കുക. പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മാർക്കറ്റിൽ തിരിച്ചു വരുന്നില്ല. ലക്ഷക്കണക്കിന് രൂപ മാർക്കറ്റിൽ കിടക്കാണ്. നിർത്തിക്കഴിഞ്ഞാൽ ഈ കാശ് മുഴുവൻ പോകും. തുടർന്നുകൊണ്ടിരുന്ന എല്ലാ മാസം കാശ് ഇറക്കണം. ഒരു കെണിയാണ്, ഒരു പ്രത്യേക കെണിയിൽ നമ്മൾ എത്തിപ്പെട്ടു. പിന്നെ ഈ ഹിന്ദുസ്ഥാൻ ലിവർ പോലത്തെ ഇതിന്റെ കോമ്പറ്റീഷനും ഭീഷണികളൊക്കെ വന്നു. അതുവരെ നമ്മളെ കണ്ടാൽ വലിയ ബഹുമാനത്തോട് നിന്നിരുന്ന ബാങ്കുകാർ പിന്നെ നമ്മളെ കാണുമ്പോൾ കാണാത്ത പോലെ നിന്ന് തുടങ്ങി. ഇനിയിപ്പോ ജോലിക്ക് പോകണോ എന്നിങ്ങനെ ആലോചിച്ചു. ജോലിക്ക് പോകുന്നത് എന്നെ സംബന്ധിച്ച് ആത്മഹത്യാപരണം. അന്ന് രാത്രി എന്നെ വിളിച്ചു കളഞ്ഞു. എനിക്ക് ആ ഒരു കുടുക്കിൽ നിന്നും എനിക്കൊരു പുനർജന്മം കിട്ടിയ പോലെ ഞാൻ അതില് അപ്പൊ 7 കൊല്ലം കൊണ്ട് പോയത് ഈ ഒരു 2 കൊല്ലം കൊണ്ട് തിരിച്ചു പിടിച്ചു. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് തിരിച്ചെടുത്തു. സക്സസ്ഫുൾ ആയി. നമസ്കാരം, രംഗു കെ ഹരിദാസ്. സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശ്ശൂരുകാർക്ക് വളരെ സുപരിചിതനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. വ്യവസായവും പൊതുപ്രവർത്തനവും എല്ലാം ഒരുപോലെ കൊണ്ടു നടക്കുന്ന ഒരു വലിയ വ്യക്തി. നമുക്ക് സ്വാഗതം ചെയ്യാം ലോർഡ് കൃഷ്ണ ബിൽഡേഴ്സിന്റെ ഉടമയും പൊതുപ്രവർത്തകനുമായ വിജയ് ഹരിയെ സ്പാർക്കിലേക്ക്. നമസ്കാരം വിജയ്, സ്പാർക്കിലേക്ക് സ്വാഗതം. നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് ഒരിക്കൽ സ്പാർക്കിൽ കഥ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു തുടർച്ചയാണ് സ്പാർക്കിൽ സംഭവിക്കുന്നത്. വിജയ് ഹരിയുടെ നാട് തൃശ്ശൂരാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ കൂടെ തൃശ്ശൂരിൽ എവിടെയാണ് ഒന്നുകൂടെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എന്തായാലും ഈ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ വിളിച്ചതിനുള്ള നന്ദി ഞാൻ പറയുന്നു. തൃശ്ശൂരിലെ എടമുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം. പിന്നെ തൃശ്ശൂർ ടൗണിലേക്ക് വളരെ എന്താ പറയുക, 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ ബിസിനസ്സുമായുള്ള ആവശ്യങ്ങൾ പൊതുരംഗത്ത് നിൽക്കുന്നത് കൊണ്ട് തൃശ്ശൂർ ടൗണിലേക്ക് താമസം മാറി. പിന്നെ തൃശ്ശൂർ ടൗണിലാണ് തുടർന്ന് താമസം. എടമുട്ടത്ത് നിന്ന് വിട്ട് തൃശ്ശൂരിലേക്ക് എത്തി. അതെ. ഈ സംരംഭക ലോകത്തേക്ക് എത്തുന്നതിന് മുമ്പ് പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? ഞാൻ അന്ന് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള SN വിദ്യാഭവനം എന്ന് പറയുന്ന അന്നത്തെ ഒരു നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. അന്ന് കേരളത്തിലൊക്കെ നമ്പർ 1 ആയി നിന്നിരുന്നൊരു സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തുള്ള എടമുട്ടടുത്തുള്ള ശ്രീനാരായണ കോളേജ്, അവിടെ പ്രീ ഡിഗ്രി ചെയ്തു. പിന്നെ സെൻറ്റ് തോമസിൽ ഒരു വർഷം CA ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ടി അവിടെ പോയി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അത് ഈ CA അന്ന് പഠിച്ചപ്പോൾ ആ ഫൗണ്ടേഷൻ കോഴ്സിൽ 95 കുട്ടികളുണ്ടായിരുന്നു. ആർക്കും കിട്ടിയില്ല. അപ്പം എനിക്ക് തുടക്കത്തിൽ അറിയാമായിരുന്നു എനിക്കൊന്നും കിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ അതെ, അച്ഛൻ ഇങ്ങനെ കൊണ്ടാക്കിയപ്പോൾ പിന്നെ അവിടെ പോയി പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് MES അസ്മാബി കോളേജിൽ ആണ് BCom കഴിഞ്ഞത്. പിന്നെ അതിനുശേഷം ബാംഗ്ലൂർ അല്ലമീൻ കോളേജിൽ ലോ ചെയ്തു. ഇതാണ് വിദ്യാഭ്യാസം. കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പഠിക്കാൻ എടുക്കണമായിരുന്നു അക്കാലത്തെ? ഇല്ല, പഠിക്കാൻ എങ്ങനെയൊക്കെ ഒന്ന് പഠിച്ച അച്ഛനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കണം, ഞാനൊന്ന് പഠിച്ച് നേരെയാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പം അതുകൊണ്ട് ആ ഭയപ്പാട് കൊണ്ട് ഞാനിങ്ങനെ എവിടെ കുറച്ചേലും പഠിക്കണമല്ലോ ആൾക്കാരെ മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് അന്നൊക്കെ പഠിച്ചത്, പാസ്സായത്. ഈ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ അച്ഛനൊരു കച്ചവടക്കാരനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അച്ഛൻ്റെ ഒരു പ്രൊഫഷൻ? എന്തായിരുന്നു? അച്ഛൻ ഒരു ഹോട്ടലിയർ ആയിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു 18 വയസ്സുള്ളപ്പോൾ, അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ശ്രീലങ്കയിലാണ് പോവുക, കൊളംബിന് പോവാന്ന് പറയും. അപ്പോൾ അന്നത്തെ ആളുകളുടെ ഒരു ആശ്രയം ഇന്നത്തെ പോലെ ഒരു ദുബായ് നമ്മൾ പോണ പോലെ ഒരു സ്ഥലമായിരുന്നു അന്ന് ശ്രീലങ്ക. ഏത് കാലഘട്ടത്തിൽ? അത് 1940 ഞാനിപ്പോൾ എൻ്റെ അച്ഛനൊക്കെ മുമ്പാണ്. അതെ, അതിന് മുമ്പാണ് പോയിട്ടുള്ളത്. അദ്ദേഹം 18 വയസ്സിൽ തന്നെ പോയി. അന്ന് പിന്നെ ഇന്നത്തെ പോലെ അങ്ങനെ വലിയ ഡിഗ്രിയും അല്ലെ PG അങ്ങനെ പഠിക്കാനുള്ളൊരു അവസരമൊന്നും അന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം പോയി. അവിടെ പോയി വളരെയധികം കഷ്ടപ്പെട്ട്, അച്ഛൻ്റെ തന്നെ ഒരു കസിൻ അവിടെ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് പോയത്. എങ്കിലും വേറെ സ്ഥലത്താണ് ആദ്യം ജോലി ചെയ്തത്. പക്ഷെ അവിടെ ചെയ്ത ആ ഹാർഡ് വർക്കിൻ്റെയും ആ കമ്മിറ്റ്മെൻറ്റും കണ്ടുകൊണ്ട് അതിൻ്റെ ഉടമ അദ്ദേഹത്തിന് ആ ബിസിനസ്സിൽ പങ്കാളിത്തം കൊടുക്കുകയും പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു പ്രയത്നഫലവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആ ഒരു കഠിനാധ്വാനം കൊണ്ടൊക്കെ ആയിട്ട് അത് വളരെയധികം വളരെ വലിയ ബിസിനസ്സായി
വലുതാവുകയും പിന്നെ നിരവധി വ്യവസായങ്ങൾ ശ്രീലങ്കയിൽ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഇതൊക്കെ നിരവധി വ്യവസായങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം ഹോട്ടൽ ഫീൽഡിൽ തന്നെയായിരുന്നോ? അല്ല, ഹോട്ടൽ മാത്രമല്ല, വേറെ മറ്റു സ്പെയർ പാർട്സ് അങ്ങനെ വേറെ പിന്നെ അന്ന് ഈ അപ്പളത്തിൻ്റെ കമ്പനി എന്ന് പറയും അതുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പലതരത്തിലും അദ്ദേഹം അവിടെ വളരെ നല്ല രീതിയിൽ നല്ലൊരു റെപ്യൂട്ടേഷനിൽ ആയിരുന്നു പോയിരുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രപതി വി ഗിരിയൊക്കെ വന്നപ്പോൾ അച്ഛൻ്റെ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കൊടുത്തത്. അപ്പോൾ അത്രയും അങ്ങനെ അവിടുത്തെ രാഷ്ട്രത്തലവന്മാർക്ക് പോലും ഭക്ഷണം കൊടുക്കാവുന്ന തരത്തിൽ അത്രയും നല്ല ഭക്ഷണം കൊടുത്തിരുന്ന ഹോട്ടൽ നടത്തിയിരുന്നു. അത് ദാമോദർ വിലാസ് എന്നായിരുന്നു പേര്. എൻ്റെ അച്ഛൻ്റെ പേര് ദാമോദരൻ എന്നായിരുന്നു. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അന്ന് 50 കിലോമീറ്റർ, അന്ന് കാറുകളൊന്നും ഇല്ലാത്ത കാലമാണല്ലോ, 50 കിലോമീറ്റർ അകലെന്ന് വരെ കാറ് കൊടുത്തയച്ച് ഭക്ഷണം മേടിച്ച് കൊണ്ടുപോയിരുന്നു എന്ന്. അപ്പം അത്രയും ഫേമസ് ആയിരുന്നു, ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഫേമസ് ഇൻ ദ സെൻസ് ക്വാളിറ്റി ഉള്ള. അപ്പം അത് അദ്ദേഹം എപ്പോഴും പറയും, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് ക്വാളിറ്റി ഡെലിവറി ചെയ്യാൻ പറ്റണം ഏതായാലും. അത് ചെറുപ്പത്തിൽ എങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു നല്ല റെപ്യൂട്ടേഷൻ അവിടെ ബിൽഡ് ചെയ്തൊരു ആളായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഇൻസ്പിറേഷനും എൻ്റെ അച്ഛനായിരുന്നു. അപ്പം അച്ഛൻ്റെ പോലെ അത്ര ഒന്നും എത്തിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അത് സംരംഭകൻ എന്നുള്ള രീതിയിൽ എത്തണം എന്നൊരു ആഗ്രഹം ചെറുപ്പം മുതലേ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു സംരംഭകത്വമാണ് എൻ്റെ വഴി എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഒപ്പം തന്നെ അദ്ദേഹം പൊതുരംഗത്തും പലതരത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ നമ്മുടെ നാട്ടിലായാലും നമ്മുടെ ബന്ധു സ്വന്തക്കാർക്കായാലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അറിവുള്ള ആൾക്കാർക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു. അത് എൻ്റെ അച്ഛൻ്റെ മരണ ദിവസമാണ് നമുക്ക് മനസ്സിലായത്. ഒരുപാട് ആളുകൾ എവിടെ നിന്നൊക്കെയോ ആളുകൾ വന്നിരുന്നു, അവർ തേടിപ്പിടിച്ച് വരിക. അവർ എന്താ പറയുക, പൊട്ടി കരഞ്ഞെന്നൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോഴാണ് നമുക്ക് അത് അതിൻ്റെ ഡെപ്ത്. അപ്പോൾ അവർ പിന്നീട് വന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമൊക്കെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മരുന്ന് മേടിക്കാനൊക്കെ പൈസ തന്നിരുന്നത് ദാമോദരേട്ടനായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള സഹായങ്ങൾ അദ്ദേഹം കൊടുത്തിരുന്നു. അത് നമുക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തിരുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ഇൻസ്പയറിങ് ആയി. അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യണം. അത് നമ്മുടെ അതൊക്കെയാണ് അതിൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമാവുള്ളൂ എന്നൊക്കെ ഒരു തോന്നൽ അന്നേ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൊതുപ്രവർത്തന രംഗത്തേക്കും ഞാൻ ഒക്കെ വരാൻ ഒരു കാരണം. അപ്പോൾ രണ്ടും അച്ഛൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അത് ആ ഒരു ലെഗസി പിന്തുടർന്നാണ് ശരിക്കും പറഞ്ഞാൽ സംരംഭക മോഹം ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും. എന്നിട്ട് പഠനമൊക്കെ കഴിഞ്ഞു, ജോലിക്കൊന്നും പോയില്ല, പൊതുവെ സംരംഭകനായി കാണും. അതെ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനപ്പോൾ ഇങ്ങനെ അതിനുള്ള സെറ്റിംഗ് ഒക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ വിചാരിച്ചു എന്തായാലും ഒരു സംഗതി തുടങ്ങണം. കാരണം ഡിഗ്രി ഒരു മിനിമം അന്ന് അത് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വേറൊരു ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സ്റ്റാഫ് ബാംഗ്ലൂർ ഇവിടെ നിന്ന് പോയിട്ട് അദ്ദേഹം അവിടെ വേറെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ വലിയ സ്ഥാപനങ്ങൾക്ക്, അതായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്, HAL പോലത്തുള്ള സ്ഥാപനങ്ങൾക്ക് അവർക്ക് ഈ യുദ്ധരംഗത്ത് ഉള്ള ഉൽപ്പന്നങ്ങൾ, ഈ വിമാനങ്ങൾ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ തുടങ്ങിയ അത്തരം സംഗതികൾ ഉണ്ടാക്കുന്നതിൻ്റെ ചെറുഘടകങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറി ബാംഗ്ലൂർ തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ അവിടെ പോവുകയും അതിൻ്റെ പ്രാരംഭ പഠനങ്ങളൊക്കെ നടത്തി. അന്ന് 20 വയസ്സ് ആണ്. അപ്പോൾ പ്രാരംഭ പഠനങ്ങളൊക്കെ നടത്തി ബാംഗ്ലൂർ പോയി അവിടെ സ്ഥലമെടുത്ത് അവിടെ അതിൻ്റെ മിഷനറി സ്ഥാപിച്ച് അവിടെ ആൾക്കാരെ അതിനെ പറ്റിയ അതിൻ്റെ എക്സ്പെർട്സ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് വേണം, അവരൊക്കെ സംഘടിപ്പിച്ച് എല്ലാം സെറ്റാക്കി ഞാൻ എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് വന്ന്. എത്ര രൂപ മുടക്കിയിട്ട് ഇതൊക്കെ സെറ്റാക്കുന്നത്? ഏകദേശം നല്ല കാശ് ചിലവാകുമല്ലോ. ഒരുപാട് ലക്ഷം രൂപ അന്ന് ചിലവായി. എന്നിട്ടാണ് അത് സെറ്റ് ചെയ്തത്. പ്രാരംഭമായിട്ട് ചെയ്യാൻ തന്നെ അത്രയധികം അച്ഛൻ സപ്പോർട്ട് ചെയ്തു. അച്ഛൻ അതിന് പൈസയൊക്കെ തന്നിരുന്നു, ചെയ്യാനായിട്ടുള്ള പൈസ തന്നിരുന്നു. അച്ഛൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ അത് ഇവിടെ വന്നിട്ട് കാരണത്തിനൊക്കെ ഉള്ള എല്ലാം സെറ്റായി നിൽക്കുമ്പോൾ ഞാൻ പോവാനായിട്ട് നിൽക്കണം. ഞാൻ പോകുന്നത് ഒക്ടോബർ 18 1998. അപ്പോൾ അന്ന് അതിൻ്റെ തലേദിവസം അച്ഛന് ഒരു വളരെ ഹെൽത്തി ആയിട്ട് നടന്നിരുന്ന ആളായിരുന്നു. അച്ഛനൊരു ഹാർട്ട് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളെപ്പോലും വളരെയധികം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് വളരെ ആകസ്മികമായിട്ട് അദ്ദേഹം ഞങ്ങളിൽ നിന്ന് പോയി. അത് ഞാൻ പോകുന്നത് വൈകിട്ട്
3 മണിക്ക് പോകാൻ നിൽക്കുമ്പോൾ 12:30 മണിക്കാണ് അദ്ദേഹം മരണപ്പെടുന്നത്. നമ്മുടെ ഇനാഗുറേഷൻ അടുത്ത ദിവസം. അതെ, അടുത്ത ദിവസം ഇനാഗുറേഷൻ ആയിരുന്നു. അത് ഭയങ്കര എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സെറ്റ് ബാക്ക് ആയിരുന്നു അത്. അപ്പോൾ പിന്നെ നമുക്ക് ഞാൻ അത്രമേൽ എൻ്റെ അച്ഛനെ ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ അത്രയും എന്താ പറയുക, അദ്ദേഹത്തിൽ നിന്നാണ് എല്ലാ ഇൻസ്പിറേഷനും. സ്റ്റിൽ നൗ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷനിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്നെ എഫക്റ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ തകർത്തു എന്നൊക്കെ പറയുന്ന പോലെ മാനസികമായിട്ട് നമ്മളാകെ അത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസപ്പെട്ടു, ഡൗൺ ആയി. കാരണം അപ്പോൾ അത് നമുക്കിനി തുടർന്ന് എന്ത് എന്നുള്ളൊരു ചോദ്യം മൊത്തത്തിലൊരു ഇരുട്ടായ പോലെ. കാരണം അത്രയും എനിക്കൊരു ഫ്രണ്ട്ലി ആയിരുന്നു അച്ഛൻ. എനിക്കെന്തും പറയാവുന്നതും എൻ്റെ എല്ലാ കാര്യങ്ങളും ചെറുപ്പം മുതലേ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് കുതിരവണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ കുതിരവണ്ടി മേടിച്ചു തന്നു. എന്ത് പറഞ്ഞാലും മേടിച്ചു തരുന്ന ഒരാളായിരുന്നു. അപ്പോൾ എന്നെ തല്ലിയിട്ട് പോലും ഇല്ല. അപ്പോൾ എന്ത് പറഞ്ഞാലും സാധിപ്പിച്ചു തരും. എന്നാൽ എനിക്ക് അത്രമാത്രം ഇഷ്ടവും ബഹുമാനവും സ്നേഹവും അച്ഛനോടുണ്ടായിരുന്നു. തല്ലിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖം കറക്കാനൊരു അവസരം ഞാൻ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ പോലും, ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. ഇപ്പോൾ പറയുമ്പോൾ 27 വർഷമാവാനാണ് പോണത്. ഇപ്പോൾ ആലോചിക്കുമ്പോഴും വലിയ ഒരു നഷ്ടമാണ്. അതൊരു പ്രതീക്ഷിക്കാത്ത സാധനമായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം ഞങ്ങളിൽ നിന്ന് വിട്ടുപോയത്. അത് വളരെയധികം അന്ന് ഞങ്ങളെ തളർത്തി. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അപ്പം ഞാൻ ഡോക്ടറോടൊന്ന് ചോദിച്ചു, അല്ല ഒരു ചെക്കപ്പിന് പോയ ആളല്ലേ, അപ്പം ഞാൻ ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചു, അല്ല ഡോക്ടറെ ഇപ്പോൾ എങ്ങനെ അദ്ദേഹത്തിന്, അല്ല ഇപ്പം എങ്ങനെ എൻ്റെ കുഴപ്പമുണ്ടോ, എനിക്കിങ്ങനെ പോകേണ്ട കാര്യമുണ്ട് എന്ന് ഡോക്ടറോട് ഇങ്ങനെ ബാംഗ്ലൂർ ഞാൻ പോകണമെന്ന്. അപ്പോൾ എന്നൊക്കെയാണ് അത് ഡിസ്ചാർജ് ആവുകയെന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ പറയാമെന്ന്. അപ്പോൾ ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ക്രിട്ടിക്കലാണ്. അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞില്ല എന്ന് മാത്രം. പക്ഷെ അത് അങ്ങനെ സംഭവിച്ചു പോയി. അത് 21 വയസ്സിലാണ് അത് സംഭവിച്ചത്. നമ്മുടെ ആദ്യത്തെ സംരംഭത്തിൻ്റെ ഒരു തിരശ്ശീല അതിൽ തന്നെ വീഴാണ്. അതെ. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ, പിന്നെ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ പോയി എങ്കിലും എനിക്ക് ടോട്ടലി നമ്മൾ എന്താ പറയുക, ഒരു സ്കാറ്റേഡാണ്. നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കാലം അവിടെ നിന്നെങ്കിലും എനിക്ക് അങ്ങനെ വിട്ടു നിൽക്കാൻ പറ്റാത്തൊരു പ്രശ്നം, വീട്ടിൽ നിന്ന് തിരിച്ചു വരണം തോന്നി. അപ്പം ഞാൻ ഒരു മാസമൊക്കെ അവിടെ നിന്നിട്ട് ഞാൻ അവിടുത്തെ മാനേജറോട് പറഞ്ഞു, നിങ്ങൾ തൽക്കാലം ഇത് നടത്തിക്കൊണ്ട് പോകൂ, എനിക്കെന്തായാലും ഇപ്പോൾ അങ്ങനെ എനിക്ക് തിരിച്ചു പോകണം. പിന്നെ ഞാനിങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ പോണ സ്ഥിതിയിലായി. അപ്പോൾ അറിയാലോ, ഒരു സംരംഭം തുടങ്ങുമ്പോൾ തുടക്കത്തിൽ തന്നെ അതിൻ്റെ നാഥൻ അവിടെ ഇല്ലാണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവോ അതൊക്കെ അവിടെ സംഭവിച്ചു. അപ്പോൾ പിന്നെ ഞാനത് കുറച്ച് നാൾ, 1 വർഷത്തോളം ആയപ്പോൾ, 1.5 വർഷമായപ്പോൾ ഞാൻ പിന്നെ അത് ക്ലോസ് ചെയ്തു. ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു. എത്ര നാളെടുത്തു ഈ മരണത്തിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആയി വരാനായിട്ട്? അത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല എന്ന് വേണേൽ പറയാം, ആലോചിച്ചാൽ. പക്ഷേ പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലവിധ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിലൊക്കെ ഇൻവോൾവ് ആയി ഇങ്ങനെ പോകുകയാണല്ലോ ചെയ്യുന്നത്. അതിനുശേഷം ആ സംരംഭത്തിനോട് പൂർണ്ണമായിട്ടും ഗുഡ് ബൈ പറഞ്ഞു തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പം എനിക്കിത് മനസ്സിലായി, എനിക്ക് നാട്ടിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. പക്ഷെ അപ്പോഴും എനിക്ക് എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തൃശ്ശൂരിൽ ഒരു ഡിറ്റർജൻറ്റ് ഫാക്ടറി തുടങ്ങാനിങ്ങനെ ആലോചിച്ചു തുടങ്ങി. ഡിറ്റർജന്റ് ഫാക്ടറി എന്ത് പേരിട്ടു? എലൈറ്റ് എന്നായിരുന്നു അതിന്റെ പേര്. കാരണം എന്താ വെച്ചാൽ ആ സ്ഥലം അച്ഛൻ മേടിച്ചൊരു സ്ഥലമായിരുന്നു അവിടെ തൃശ്ശൂർ ടൗണിൻ്റെ അടുത്ത്. അതിന്റെ പേര് തന്നെ എലൈറ്റ് എന്നായിരുന്നു അതിന്റെ പേര്, ആ സ്ഥലം. അപ്പൊ ആ പേര് തന്നെ ഇട്ടിട്ടാണ് തുടങ്ങിയത്. പേര് അവിടെ തന്നെ കിട്ടി. പേര് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ അത് കാലങ്ങളായിട്ടുള്ള സ്ഥലമായിരുന്നു അച്ഛൻ മേടിച്ചത്. അപ്പോൾ എലൈറ്റ് എന്നുള്ള പേരിൽ തുടങ്ങി. അപ്പോൾ തുടങ്ങിയ സമയത്ത് അപ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ ആയിരുന്ന പ്രിയപ്പെട്ട ജി കാർത്തിയൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ചെയ്യുന്നത് ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം സിവിൽ സപ്ലൈസ് മന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഡിറ്റർജൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. കാരണം ഈ വിപണി കൂടുതൽ കൈകാര്യം ചെയ്യുന്ന സിവിൽ സപ്ലൈസ് അല്ലേ. അപ്പം നിങ്ങൾ വിജയ് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് ഹിന്ദുസ്ഥാൻ ലിവറിനോടും മൾട്ടിനാഷണൽ കമ്പനികളോടാണ്. പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസമായിരിക്കും എന്ന് അപ്പോഴേക്കും ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാശ് മുടക്കി ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ പക്ഷേ ഇത് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെങ്കിലും അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നടക്കട്ടെ, പോണ വഴിക്ക് പോട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വലിയൊരു കാര്യമാണ്. ഭയങ്കരമായിട്ടൊരു കോമ്പറ്റീഷനുള്ള
ഒരു ഫീൽഡാണ്. അതെ അതെ എൻ്റെ അറിവിൽ തന്നെ ഇവിടെ അങ്ങനെ ജയിച്ച ബ്രാൻഡുകൾ എൻ്റെ ഓർമ്മയിലൊന്നും വരുന്നില്ല. കേരളത്തിൽ നിന്നൊരു ഡിറ്റർജൻറ്റ് കമ്പനി പൂർണ്ണമായ തോതിൽ വിജയിച്ചായിട്ട് എൻ്റെ ഓർമ്മയിലും ഇല്ല. അത് തുടങ്ങാൻ തന്നെ അന്ന് ഒരുപാട് പ്രയാസം അനുഭവിച്ചു. നമ്മുടെ മിഥുന സിനിമയിൽ മോഹൻലാല് അനുഭവിച്ച അതേ പ്രയാസമാണ് ഞാൻ അത് തുടങ്ങുന്ന സമയത്ത് അനുഭവിച്ചത്. എന്ത് പറ്റി? അതായത് അതിപ്പോ ഭയങ്കര വലിയ ഫാക്ടറി ഒന്നല്ല, ഒരു ചെറിയ ഫാക്ടറി ആയിട്ടാണ് തുടങ്ങിയത്. അത് തുടങ്ങാൻ വേണ്ടി അനുമതിക്ക് വേണ്ടി പോയപ്പോൾ നടന്ന് തോറ്റു. എന്ന് വെച്ചാല് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ബോധപൂർവം ഇങ്ങനെ മടക്കി അയക്കുക. ഇത് ഇൻഡസ്ട്രിയൽ ആണല്ലോ, അപ്പൊ അതിന്റെ അനുമതി കിട്ടണമെങ്കിൽ മറ്റേ ടൗൺ പ്ലാനിങ്ങിൽ പോകണം. ടൗൺ പ്ലാനിങ്ങിൽ പോകുമ്പോൾ അതിന് ഇത്ര ചുറ്റളവിലുള്ള ആൾക്കാരെ ഒപ്പ് മേടിക്കണം. പിന്നെ നിരവധി മാനദണ്ഡങ്ങളാണ് അതിനുണ്ടായിരുന്നത്. നിർത്തി പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ സമയത്താണ് അന്ന് കൃഷ്ണൻ കണിയാമ്പറമ്പില് ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് കൃഷിമന്ത്രി ആയിരുന്നു. അദ്ദേഹം ഒരു ദിവസം അവിടെ വന്നപ്പോൾ വീട്ടിൽ വരുണ്ടായി. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാനിങ്ങനെ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇടപെട്ടിട്ടാണ് പിന്നെ അന്ന് അത് അനുമതി വേഗം അല്ലെങ്കിൽ കിട്ടില്ല, അല്ലെങ്കിൽ അത് കിട്ടില്ല. അത് അദ്ദേഹത്തിനോട് അങ്ങനെ പറഞ്ഞതും അദ്ദേഹം കർശനമായിട്ട് അത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സംഗതി കിട്ടി. അല്ലെങ്കിൽ അത് തുടങ്ങാനേ പറ്റുണ്ടായിരുന്നില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? എത്ര കടകളിൽ ഈ ഇലയിട്ട് എത്തിച്ചു? അപ്പൊ ഈ ഡിറ്റർജന്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ, ജി കാർത്തികൻ സാർ പറഞ്ഞ പോലെ വളരെ കോമ്പറ്റീഷൻ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. അത് ഞങ്ങൾ വളരെ കുറഞ്ഞ കോസ്റ്റിൽ അന്ന് വീൽ എന്ന് പറഞ്ഞ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ വീൽ എന്ന് പറഞ്ഞ ഡിറ്റർജന്റാണ് 16 രൂപ 95 പൈസക്ക് കൊടുത്തിരുന്നത്. നിങ്ങൾ എത്ര രൂപ? ഞങ്ങള് അപ്പൊ 14 രൂപ 95 പൈസക്ക് കൊടുത്തു. 2 രൂപ കുറച്ച് കൊടുത്തു. അത്രേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അതില് ഈ 14 രൂപ 95 പൈസക്ക് കൊടുക്കുമ്പോൾ തന്നെ അതിന് കിട്ടുന്നത് ഒരു കിലോ വിറ്റാല് കിട്ടുന്നത് 35 പൈസയോ 40 പൈസയാണ്. അത്രയുള്ള ലാഭം. പക്ഷെ വോളിയം ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ ഒരു കാരണം. എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ. അങ്ങനെ ഞങ്ങൾ ആദ്യം ചെയ്തത് ഈ ഗ്രാമങ്ങളിലുള്ള കടകളിലൊക്കെ കൊണ്ടുവച്ചു. സി ക്ലാസ് കടകൾ. ഏറ്റവും സാധാരണ, കാരണം വലുതിൽ പോയി നമ്മൾ എടുക്കില്ലേ, നമ്മൾ പുതിയതല്ലേ. അതെ, അവർക്ക് റാക്ക് കിട്ടാൻ ഭയങ്കര. അതെ. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫ് മാർക്കറ്റിംഗുകാർ പോയിട്ട് ഇങ്ങനത്തെ ഏറ്റവും ചെറിയ ചെറിയ കടകളിൽ ഇങ്ങനെ വെച്ച് അവര് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സാധനം കൊണ്ട് വിറ്റിരുന്നു. 14 ജില്ലകളിലും എത്തിച്ചു. അതിൽ ഇടുക്കിയിലും വയനാട്ടിലും മാത്രമാണ് പോവാത്തത്. കാരണം അവിടെ കടകൾ കുറവായതുകൊണ്ട് അവിടെ ഒന്നും പോയില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ 12 ജില്ലകളിലും എത്തിച്ചു. അങ്ങനെ ചെറിയ കടകളിലാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ അവര് കാശും തരില്ല. അപ്പൊ കൊടുത്ത വഴിക്ക് കാശ് തരില്ല, കടം പോകും. അവര് പറയും വെച്ചോളം പറയും, വിറ്റിട്ട് കാശ് തരാൻ പറയും. അപ്പൊ അതില് ഒരു 60-70% ആൾക്കാർ കാശ് തരുന്നവരുണ്ട്. വിറ്റ് കഴിഞ്ഞ കാശ് തരും. വേറെ ചില ആൾക്കാർ വീണ്ടും വെച്ചോളം പറയും. അവര് നമ്മുടെ കാശ് എടുത്തിട്ട് അപ്പൊ നമുക്ക് ആകെ കിട്ടുന്നത് എത്രയാ? 35 പൈസയാണ്. അപ്പോൾ ഇതിങ്ങനെ സംഗതി കണക്കുകൾ നോക്കുമ്പോൾ ഇത് ലാഭത്തിലാണ് പോകണം. അത്ര വോളിയുണ്ട്, കാര്യങ്ങളുണ്ട്, സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ നന്നായിട്ട് സാധനം ഉണ്ടാക്കുന്നു, അത് പോകുന്നു, ക്വാളിറ്റി നല്ലതാണെന്ന് പറയുന്നു, വീലിനേക്കാളും നല്ല ക്വാളിറ്റിയാന്ന് പറയുന്നു. എന്നിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കുറവില്ല, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലുള്ള കടകളിൽ വെച്ചു. B ക്ലാസ് എന്ന് പറഞ്ഞ അത്തരം, പിന്നെ സൂപ്പർ മാർക്കറ്റുകൾ A ക്ലാസ്സിലൊക്കെ വെച്ച് തുടങ്ങി. അപ്പോൾ നമ്മൾ കുറച്ചൊരു ബ്രാൻഡ് ഇങ്ങനെ ആയി വന്നു. ആ ബ്രാൻഡായി വന്നപ്പോഴാണ് ഈ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ ആൾക്കാർ നമ്മുടെ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ഇങ്ങനൊരു സംഗതി വളർന്നു വരുന്നത് വളരെ അനുവദിച്ചുകൂടാ. അപ്പൊ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ പ്രൊഡക്റ്റിന് ഗണ്യമായ ഓഫേഴ്സൊക്കെ കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും കടക്കാർ നമ്മുടെ സാധനങ്ങൾ എടുക്കാതെ വന്നു. ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നടത്തിക്കൊണ്ട് പോകും തോറും ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ലാഭം കണക്കിലാണ് ലാഭം. പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മാർക്കറ്റിൽ തിരിച്ചു വരുന്നില്ല. ലക്ഷക്കണക്കിന് രൂപ മാർക്കറ്റിൽ കിടക്കാണ്. നിർത്തിക്കഴിഞ്ഞാൽ ഈ കാശ് മുഴുവൻ പോകും. തുടർന്നുകൊണ്ടിരുന്ന എല്ലാ മാസം കാശ് ഇറക്കണം. എൻ്റെ കയ്യിലുള്ള കാശ്, അവസാനത്തെ കാശ് തീരുന്നവരെ ഇത് നടത്തിക്കൊണ്ടുപോയി. പിന്നെ എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ശമ്പളം കൊടുക്കുന്ന കാശൊക്കെ എൻ്റെ തീരും എന്ന് മനസ്സിലായി. അപ്പോൾ അത് ബോധ്യപ്പെട്ടപ്പോൾ എൻ്റെ അവസാന കാശ് തീരുന്നവരെ ഞാനത് നടത്തിയെങ്കിലും പിന്നെ നിവൃത്തിയില്ലാണ്ടായി. അപ്പോൾ ഈ 2 റിസ്ക്കാണ് ഉള്ളത്. ഒന്നിൽ നടത്തണമെങ്കിൽ കാശ് കൊണ്ടുവരണം. തുടർന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ കാശ് പോയിക്കൊണ്ടിരിക്കും. അതോടൊപ്പം നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാശ് മുഴുവൻ പോകും, ലക്ഷക്കണക്കിന് രൂപ പോകും. ഒരു കെണിയാണ്, ഒരു പ്രത്യേക കെണിയിൽ നമ്മൾ എത്തിപ്പെട്ടു. അപ്പം ഞാൻ അവിടെ ഒരു തീരുമാനം എടുത്തു. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് നിർത്തുക. കാരണം വെച്ചാൽ കയ്യിലുള്ളത് പോയി, ഇനി കയ്യിലുള്ളതും കൂടി പോകാൻ പാടില്ലല്ലോ പിന്നെ ഈ ഹിന്ദുസ്ഥാൻ ലിവർ പോലത്തെ ഇതിൻ്റെ കോമ്പറ്റീഷനും ഭീഷണികളൊക്കെ വന്നു.
അപ്പോൾ രണ്ടും കൽപ്പിച്ച് വളരെയധികം വേദനയോടുകൂടി അത് നിർത്തി, ഷട്ട് ഡൗൺ ചെയ്തു. എത്ര ലോസ് വന്നു? അന്ന് ലക്ഷക്കണക്കിന് രൂപ ലോസ് വന്നു. ആദ്യ സംരംഭവും രണ്ടാമത്തെ സംരംഭവും അതെ, ആദ്യ സംരംഭം സ്വന്തം കാരണമല്ല, അല്ല, പക്ഷെ രണ്ടാമത്തെ സംരംഭം സ്വന്തം ലാഭത്തിലാണ്. പക്ഷെ നമുക്ക് പൈസ കിട്ടുന്നില്ല. മാർക്കറ്റ് അങ്ങനെയാണ്. ബഹുരാഷ്ട്ര കമ്പനികളോട് മത്സരിച്ച് നമുക്ക് വിജയിക്കാൻ ഈ സാധിക്കും. തൃശ്ശൂർ ഇടപെട്ടംകാരൻ എങ്ങനെ മത്സരിക്കാൻ എന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സംരംഭം നിർത്തേണ്ടി വന്നു. തിരിച്ച് വീട്ടിലേക്ക് പോയോ? അല്ല, വീട്ടിൽ തന്നെയാണ് താമസം. പിന്നെ എവിടേക്കും പോകാനൊന്നുമില്ല, വരാനൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു വരുമാന മാർഗവും തീരുവാണ്. അതെ, നമ്മള് സംരംഭക കുപ്പായം മാത്രമേ പിന്നെ അവശേഷിക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ. ആ സംരംഭക കുപ്പായം മാത്രം അവശേഷിക്കുന്നുള്ളത് മാത്രമല്ല, നമ്മൾ പൊതുവെ ഇതിപ്പോ ഒരു 5-6-7 വർഷം കൊണ്ടുണ്ടായ പ്രതിഭാസമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ 7 വർഷം നമ്മളിത് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള കാശ് പോയി, ഉണ്ടായിരുന്ന ഇപ്പോൾ കുറച്ച് അസറ്റ്സൊക്കെ വിൽക്കേണ്ടി വന്നു. കാരണം ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്കുകാർ വിളിച്ചു തുടങ്ങി. അതുവരെ നമ്മളെ കണ്ടാൽ വലിയ ബഹുമാനത്തോട് നിന്നിരുന്ന ബാങ്കുകാർ പിന്നെ നമ്മളെ കാണുമ്പോൾ കാണാത്ത പോലെ നിന്ന് തുടങ്ങി. അപ്പോൾ അതൊക്കെ നമുക്ക് മാനസികമായിട്ട് വലിയ എന്ത് വന്നു. നമ്മൾ എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ടവരായിരുന്നു. പിന്നെ 2 ഇതായപ്പോൾ ആളുകൾ നമ്മളോട് അത്ര വലിയ താല്പര്യമൊന്നും കാണിക്കണ്ടായി. ഏത് പ്രായത്തിലത് പൂട്ടുന്നു? 28 വയസ്സ്? 28-29 വയസ്സിലാണ്. 28 വയസ്സിൽ കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നോ? ഇല്ലില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമുക്ക് വലിയൊരു മാനസികമായിട്ട് ഇങ്ങനെ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ ചില ആളുകളുടെ, എല്ലാവരും അല്ല, ചില ആളുകളുടെ ഭാഗത്ത് സംരംഭം തോറ്റു എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല പ്രായത്തിൽ അത് പോയി എന്ന് പറയുമ്പോൾ അത് നമുക്കും ഒരു ക്ഷീണം മാനസികമായിട്ടും. പിന്നെ പൈസയും പോയല്ലോ, നഷ്ടപ്പെട്ടല്ലോ. പൈസ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും? ഇനി നമുക്ക് വേറെ ഇനി ജോലിക്ക് പോകാൻ എന്ത് ചെയ്യും? അതെ, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഇനിയിപ്പോൾ ജോലിക്ക് പോകണോ എന്നിങ്ങനെ ആലോചിച്ചു. ജോലിക്ക് പോകുന്നത് എന്നെ സംബന്ധിച്ച് ആത്മഹത്യ വരണം. കാരണം വെച്ചാൽ എനിക്കത് പറ്റില്ല. എൻ്റെ ഉള്ളിൽ ഇത് തന്നെയാണ് നിൽക്കുന്നത്, സംരംഭകൻ എന്നുള്ള സാധനം തന്നെ പറ്റുള്ളൂ. കാരണം ഞാൻ അങ്ങനെ മോൾഡായി പോയിരുന്നു, നമ്മുടെ രക്തത്തിൽ അതേ ഉള്ളൂ, അതായി. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാനായിട്ട് കുറച്ച് മാസങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അതുവരെ ഏകദേശം 1 വർഷത്തോളം കാലം അങ്ങനെ എനിക്ക് ഐഡിയലായിട്ട് ഇരിക്കേണ്ടി വന്നു. കാരണം ഇതിൻ്റെ ഒന്നും ചെയ്യാതെ ഇരുന്നു. എന്താ വെച്ചാൽ കാരണം ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനുണ്ട്, എൻ്റെ ബാധ്യതകൾ തീർക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് ബാധ്യതകൾ തീർക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ചെയ്ത് അവസാനിപ്പിക്കുന്ന അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്തു? ഈ 1 വർഷത്തിന് ശേഷം എന്തായാലും അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ, ഇപ്പം നേരത്തെ പറഞ്ഞ ചോദ്യചിഹ്നമായിട്ട് ഇരിക്കുന്ന ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു ചോദ്യചിഹ്നത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ബന്ധുവും സുഹൃത്തുമായിട്ടുള്ള ഒരാൾ പറഞ്ഞു, അപ്പം എൻ്റെ കയ്യിൽ പിന്നെ വേറെ പൈസ ഒന്നും ഇല്ല. എന്ത് 2006 ആയി കാണും, 2004 അപ്പോൾ എൻ്റെ കയ്യിൽ ഇനി വേറൊരു സംരംഭം തുടങ്ങാനുള്ള ഒരു പൈസ ഇല്ല, കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ പിന്നെ സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാനും പറ്റിയ കാശില്ലല്ലോ കയ്യിൽ. പക്ഷെ പ്രോപ്പർട്ടി ഉണ്ട്, അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രോപ്പർട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ ഒരു ബന്ധു വന്ന് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇപ്പോൾ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആൾക്ക് എൻ്റെ വിഷമം ഇതൊക്കെ അറിയാം. അപ്പോൾ ആളും ഇതേപോലെ ഡിറ്റർജൻറ്റ് കമ്പനി തുടങ്ങിയിട്ട് സമാനാവസ്ഥയിൽ നിൽക്കുന്ന ആൾ, അയാൾക്ക് എൻ്റെ വേദന പെട്ടെന്ന് മനസ്സിലാവുകയും ആള് എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു വീടുകൾ വെച്ച് കൊടുക്കുക, നമ്മളെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ ഒരാള്. അപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് ആള് 100% ഗ്യാരണ്ടി ആയി പറഞ്ഞു, നിങ്ങളത് ധൈര്യമായിട്ട് ചെയ്തോ, നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഉള്ള കാരണം പ്രോപ്പർട്ടി ഉണ്ട്, അത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. പ്രോപ്പർട്ടി മേടിച്ച് വീട് വെക്കലല്ലോ, കാശ് കൊടുത്ത് മേടിച്ചിട്ട് വർക്കൗട്ട് ആവില്ലേ, നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് വെച്ച് നോക്കാം. അപ്പോൾ വേറെ പ്രശ്നങ്ങളില്ല, എന്തായാലും സ്ഥലം വിറ്റ കാശെങ്കിലും നമ്മുടെ കയ്യിൽ വരുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് അതിൻ്റെ കാരണം 2 സ്ഥലത്ത് ഇങ്ങനെ ഇതായ കാരണം എനിക്കും ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ചു, ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എല്ലാവരും പറഞ്ഞു, നല്ല കുഴപ്പമില്ല, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു, ചെയ്തു നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് ദൈവം സഹായിച്ച് കുറേ ഫ്രണ്ട് സർക്കിളും റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പരാജയത്തിൽ നിൽക്കുന്ന കാര്യം നമ്മുടെ ബന്ധു സ്വന്തക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു വിഷമസ്ഥിതിയിലാണെന്നും അറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു പദ്ധതി ഞാനിതിൻ്റെ ഒരു രൂപരേഖയൊക്കെ ഉണ്ടാക്കി, ഒരു ബ്രോഷറൊക്കെ ഉണ്ടാക്കി നിൽക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ അപ്പോൾ ടൗണിൽ വെച്ച് എന്നെ കണ്ടു. അത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ്, ബാസേട്ടൻ എന്ന് പറയും. അപ്പോൾ പുള്ളിയുടെ മകൻ എൻ്റെ തന്നെ പ്രായമാണ്. ആള് NDA കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലി കിട്ടി ഇങ്ങനെ നിൽക്കണം.
അപ്പോൾ ആളെന്നോട് ചോദിച്ചു എന്താ നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഗതി ആയിട്ട്. അപ്പോൾ അതെന്താ, അപ്പോൾ ഇതിങ്ങനെ ചോദിച്ചു. അത് ചോദിച്ചിട്ട് അന്ന് അപ്പോൾ എൻ്റെ അത് കളക്ട് ചെയ്ത് പോയിട്ട് അന്ന് രാത്രി എന്നെ വിളിച്ചു ആള്. ഞാൻ ആളോട് ഇത് മേടിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, ഇതിങ്ങനെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആള് എന്നെ, അവർക്കൊക്കെ എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എന്നെ സഹായിക്കാനായിട്ടാണ് ആള് അത് മേടിച്ചിട്ടുണ്ടാവുക. ആളെ മകനോട് പറഞ്ഞു അത് മേടിക്കണമെന്ന് പറഞ്ഞു. ആ ബിനു സമ്മതിച്ചു. അങ്ങനെ എൻ്റെ അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കസ്റ്റമർ കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ വരികയാണ് കിട്ടി. ഫസ്റ്റ് കസ്റ്റമർ മാത്രമല്ല, അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് പണിയെടുത്തുകൊണ്ട് കുറേ ആൾക്കാർ, ഒരു 3-4 ആൾക്കാർ ഉണ്ടാക്കി തന്നു. പിന്നെ എൻ്റെ കസിൻസ്, ബാക്കിയുള്ള ഫ്രണ്ട്സ്, അങ്ങനെ അതിൻ്റെ പകുതി സംഗതികൾ എന്നെ അറിയുന്ന, എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പഠിച്ചു. അത് നമ്മുടെ ഒരു ഫാമിലിയുടെ ലെഗസി കൂടിയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും അച്ഛനുണ്ടാക്കി വെച്ചൊരു ലെഗസി അതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയാ, നമ്മൾ ജനിച്ച കുടുംബത്തിന്റെ ഒരു പുണ്യം എന്ന് പറയാം അത്. അപ്പൊ അവരൊക്കെ വോൾ ഹാർട്ടഡ്ലി അത് ചെയ്തു, അത് മേടിച്ചു. അതാണ് ശരിക്കും എനിക്ക് ആ ഒരു കുടുക്കിൽ നിന്നും എനിക്കൊരു പുനർജന്മം കിട്ടിയ പോലെ ഞാൻ അതില്. അപ്പോൾ 7 കൊല്ലം കൊണ്ട് പോയത് ഈ ഒരു 2 കൊല്ലം കൊണ്ട് തിരിച്ചു പിടിച്ചു. അല്ലാതല്ല, അതിന്റെ അപ്പുറത്തേക്ക് തിരിച്ചെടുത്തു. സക്സസ്ഫുൾ ആയി. ആൾക്കാർ അറിയുന്ന അന്ന് ബ്രാൻഡ് നെയിം ഉണ്ടോ? അല്ല, അന്ന് ഞാൻ ലോർഡ് കൃഷ്ണ എന്നാണ് ഇട്ടത്. അന്ന് ബ്രാൻഡ് നെയിം അതാണ്. അതെന്താ കാര്യം, ഞാൻ ചെറുപ്പം മുതലേ ഞാൻ എന്താ പറയാ, ഹാർഡ് കോർ ഭക്തനാണ്, ഡിവോട്ടിയാണ് ഗുരുവായൂരപ്പന്റെ. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് മുതൽ സ്ഥിരമായിട്ട് അമ്പലത്തിൽ 1-ാം തീയതി തൊഴാൻ പോകും. എൻ്റെ അമ്മേനെ ആദ്യം കൊണ്ടുപോയത്. പിന്നെ ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് എല്ലാ മാസവും, ഇപ്പോഴും ഞാൻ എല്ലാ മാസവും 1-ാം തീയതി എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും 1-ാം തീയതി തിരിച്ച് ഇവിടെ വരത്തക്ക വിധത്തിലാണ് ഞാൻ പോകാറ്. അപ്പോൾ ഭഗവാന്റെ പേര് തന്നെ ഇടണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ലോർഡ് കൃഷ്ണ ബിൽഡേഴ്സാണ് അങ്ങനെ തുടങ്ങി, അങ്ങനെയാണ് പേരിട്ടത്. ഇങ്ങനെ ഈ വിജയിച്ച് നിൽക്കുമ്പോഴും വീണ്ടും 2 കയ്പേറിയ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ അത് എന്നോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു ഫാർമ കമ്പനി ഉണ്ടായിരുന്നു. രണ്ടാമതൊരു ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. രണ്ടും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട്. ഫാർമ കമ്പനി ഞാൻ ഈ ഡിറ്റർജന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വേറൊരാളുമായി ചേർന്നിട്ടാണ് ചെയ്തത്. അത് അദ്ദേഹമാണ് അതിൻ്റെ എല്ലാ ഫോർമലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആളാണ്. അപ്പോൾ അതിൽ ഞാനും കൂടി ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പുള്ളി തന്നെയാണ് നടത്തിപ്പൊക്കെ ചേരുന്നത്. വളരെ നല്ല രീതിയിൽ പോയിരുന്നു, നല്ല ലാഭത്തിലുമാണ് പോയിരുന്നത്. ഭയങ്കര ലാഭം ഉണ്ടായിരുന്നു, നല്ല രീതിയിലും പോയിരുന്നു. ബിസിനസ്സും ടേൺ ഓവറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വർഷം ഞങ്ങൾ തുടങ്ങി നന്നായിട്ട് പോയ സമയത്ത് കേരള ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നു. ഇത് പരസ്യം ചെയ്തിട്ട് മരുന്നുകൾ വിൽക്കാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു. ഞങ്ങളുടെ ഇത് സെയിൽ മുഴുവൻ നടന്നിരുന്നത് പരസ്യത്തിലൂടെ വന്ന എൻക്വയറി ആയിരുന്നു. കാരണം പുതിയ കമ്പനി ആയതുകൊണ്ട് പരസ്യം ചെയ്തിരുന്നു. അതിന് റിസൾട്ട് ഉണ്ടായതുകൊണ്ട് വീണ്ടും വീണ്ടും ആളുകൾ മേടിച്ചിരുന്നു. അപ്പോൾ അത് കൊളസ്ട്രോൾ QR എന്നായിരുന്നു അതിൻ്റെ പേര്, വയവേദ ഹെർബൽസ് ഉള്ള പേരിൽ. പക്ഷേ അത് ഈ നിയമം കൊണ്ടുവന്നപ്പോൾ നമുക്ക് പരസ്യം ചെയ്യാൻ പറ്റാണ്ടായി. അപ്പോൾ അത് സെയിലിനെ എഫക്റ്റ് ചെയ്തു. അപ്പോൾ അത് ഞങ്ങൾക്ക് വീണ്ടും അത് നമ്മളെ രക്ഷപ്പെടാൻ ഗവൺമെന്റ് സമ്മതിക്കുകയില്ല. അതെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ചില നിയമങ്ങൾ നമ്മൾക്ക് കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള ചില സംരംഭങ്ങൾക്ക് വളരെയധികം പ്രതികൂലാവസ്ഥയിൽ ഈ നിയമങ്ങൾ ഒരു റെഗുലേറ്റർ നിയന്ത്രിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഹെൽപ്ലെസ് ആയി. കാരണം ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമ വിധേയമായിട്ട് നമ്മൾ ജീവിക്കാൻ നോക്കുമ്പോൾ നമുക്ക് ചില ഇത്തരം സാഹചര്യം നഷ്ടം. രണ്ടാമത്തെ സംരംഭം ഇത് തന്നെയാണ് അവസ്ഥ എന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് പറഞ്ഞു. രണ്ടാമത്തെ സംരംഭം അപ്പം ഞങ്ങൾ ഇത് ഈ ബിൽഡിംഗ് രംഗത്ത് അപ്പോഴേക്കും സ്ട്രോങ് ആയി. പല ജില്ലകളിലേക്കും നമ്മൾ വ്യാപിച്ചു. തിരുവനന്തപുരം, പാലക്കാട്, തൃശ്ശൂർ തുടങ്ങിയ എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ അറ്റ് എ ടൈം 6-7 പ്രൊജക്റ്റുകളൊക്കെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ ലഭിക്കാൻ പെട്ടെന്ന് കിട്ടാൻ, ഇപ്പോൾ ഇന്ത്യയിലുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ പൈസ മുഴുവൻ കൊടുത്തിട്ട് 3 മാസം വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു പുറത്ത്. ആൾ പറഞ്ഞ് നമുക്ക് ഇമ്പോർട്ട് ബിസിനസ് ചെയ്തിരുന്ന ആൾ പറഞ്ഞ് നമുക്ക് പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ അമേരിക്ക, കാനഡ, മലേഷ്യ, ഇന്തോനേഷ്യ, ചൈന, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സന്ദർശിച്ചു. അപ്പോൾ അതിൽ നിന്നും പല എക്സിബിഷനുകളിലും പല സപ്ലയറുടെ അടുത്തൊക്കെ പോയി. അപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിലേക്ക് പെട്ടെന്ന് കിട്ടാവുന്നതും ലേറ്റസ്റ്റ് മോഡല്, ബെറ്റർ ക്വാളിറ്റി, കുറഞ്ഞ പ്രൈസ് ഉള്ള കുറേ സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അത് ഇത്രയും രാജ്യങ്ങളിൽ നിന്നൊക്കെ സാധനങ്ങൾ ഇമ്പോർട്ട് തുടങ്ങി. ഞങ്ങൾ 2007 മുതൽ ഇമ്പോർട്ടിങ് ചെയ്തിരുന്നു.
2007 മുതൽ 2007 മുതൽ അങ്ങനെ ഒരു 6 വർഷത്തോളം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങളുടെ എല്ലാ പ്രൊജക്ടുകളിലേക്കും പുറമെന്ന ഏറ്റവും നല്ല സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ ഇന്ത്യയിൽ കിട്ടുന്നേക്കാളും നല്ല ക്വാളിറ്റിയും പുതിയ മോഡലും പ്രൈസ് ആണെങ്കിൽ ഇവിടത്തെക്കാളും കുറവ് അങ്ങനത്തെ സാധനങ്ങൾ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്തിരുന്നു ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ എല്ലാവരും പറഞ്ഞു നമുക്ക് ഇത്രയും നല്ല മാർജിനൊക്കെ കിട്ടുന്നുണ്ടല്ലോ, മാത്രമല്ല ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ നമ്മുടെ അടുത്തുണ്ട്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വലിയൊരു ഷോറൂം നമുക്ക് തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ എന്നാൽ ശരി അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ച് കൊച്ചിയിലും തൃശ്ശൂരുമായിട്ട് അത്തരം ഒരു ഈ ബിൽഡിംഗ് മെറ്റീരിയലുടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ഉള്ള പദ്ധതി ഇട്ട് തുടങ്ങി. അത് തുടങ്ങാൻ നമ്മൾ പ്രോജക്ട് റിപ്പോർട്ട് കൊടുത്ത വഴിക്ക് തന്നെ 4 ബാങ്കുകാർ അറ്റ് എ ടൈം നമ്മൾ ചോദിച്ച പൈസ ഒരു ലോൺ അപ്രൂവ് ചെയ്ത് തന്നു. 4 ബാങ്കുകാർ തന്നു. അത്രമേൽ പ്രോഫിറ്റ് ഉള്ള ബിസിനസ്സാണ്. പ്രോഫിറ്റും പൊട്ടൻഷ്യലായിരുന്നു ആ ബിസിനസ്. അപ്പോൾ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മൾ ചെയ്താൽ ബിസിനസ് ക്ലിക്ക് ആവും എന്നുള്ളത്. ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ഈ 4 ബാങ്ക് തരുന്നത്. അങ്ങനെ ഒരു ബാങ്കിൽ നിന്ന് എടുത്തു. അത് ചൈന അഗ്രികൾച്ചർ ബാങ്ക് നമുക്കന്ന് 3.5% ബയസ് ക്രെഡിറ്റ് ആണ് തന്നത്. 3.5% പലിശ. ചൈന അഗ്രികൾച്ചർ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുഖാന്തരം ബയസ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഫെസിലിറ്റി 3.5% പലിശ ഉള്ളതിന്. അത് ഞാൻ അതെ നീരവ് മോദി ഒക്കെ എത്രയോ കോടികൾ പറ്റിച്ചു എന്നൊക്കെ പറയുന്ന ബയസ് ക്രെഡിറ്റ് അത് ഇവിടെ അധികം ആർക്കും ഇല്ല. അതൊക്കെ നമുക്ക് തന്നു. അതൊക്കെ നമുക്ക് ആ ഫെസിലിറ്റിയൊക്കെ നമുക്ക് അവർ തന്നു. അങ്ങനെ ഞങ്ങൾ ഈ ബിസിനസ് തുടങ്ങി. അത് 10-100 ആളുകളോളം സ്റ്റാഫിനെ വെച്ചു. ഈ രാജ്യങ്ങളിലൊക്കെ പർച്ചേസിൻ്റെ ഞങ്ങളുടെ ആളുകളൊക്കെ വെച്ചു. അവിടെയും കമ്പനി തുടങ്ങണം പർച്ചേസ് നടത്തണമെങ്കിൽ. അവിടുത്തെ നിയമപ്രകാരം അവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. വെറുതെ പോയി ഓഫീസ് തുടങ്ങാൻ പറ്റില്ല. അമേരിക്കയിലും ഈ പറഞ്ഞ ഇന്തോനേഷ്യയിൽ, ചൈനയിൽ, ഹോങ്കോങ്ങിലൊക്കെ ഓഫീസ് തുടങ്ങി. എല്ലായിടത്തും ഓഫീസ് തുടങ്ങി വിത്തിൻ 1 ഇയർ. അതിഗംഭീരമായിട്ടുള്ള ഓപ്പണിംഗ് ആണ്. വലിയ ഓപ്പണിംഗ്. ഞങ്ങളവിടെ ഒരു 5 ഫ്ലോർ ബിൽഡിംഗ് മുഴുവനായിട്ട് എടുത്ത് റിനോവേറ്റ് ചെയ്ത് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് റിനോവേറ്റ് ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ എല്ലാ മെറ്റീരിയലും കിട്ടാവുന്ന തരത്തിൽ ഒരു കെട്ടിടം പണിയാൻ വേണ്ടതായിട്ടുള്ള കമ്പി, സിമെൻറ്റ്, മെറ്റൽ, മണൽ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുന്ന തരത്തിൽ വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് നമ്മളവിടെ തുടങ്ങി. അത് തുടങ്ങുന്നത് ഏപ്രിൽ 13-ാം തീയതി. കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ നമുക്ക് ഏപ്രിൽ 13-ാം ഞങ്ങൾ ഏപ്രിൽ 13-ാം തീയതിയാണ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ബോണ്ടഡ് വെയർ ഹൗസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റംസിൽ നിന്ന് കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണത്. അതായത് നല്ല രീതിയിൽ നല്ല ഗുഡ്വില്ലൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മുടെ ട്രാക്കൊക്കെ ഉണ്ടെങ്കിലാണ് അത് കിട്ടുള്ളൂ. അതെന്താ വെച്ചാൽ ഒരു ഫോറിൻ സോയിൽ എന്നാ പറയുക. നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ, ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പം ഞങ്ങൾ 100 കണ്ടെയ്നറൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ 100 കണ്ടെയ്നർ കൊണ്ടുവരുമ്പോൾ കോടിക്കണക്കിന് രൂപ നമുക്ക് ഡ്യൂട്ടി വരും. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ തോതിൽ നടത്തിയിരുന്നത് നമ്മൾ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ മേഖലയിൽ. അപ്പോൾ അന്ന് ഇത്രയും കണ്ടെയ്നറുകൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ വലിയ കോടിക്കണക്കിന് രൂപ ഡ്യൂട്ടി വരുമ്പോൾ നമുക്ക് ആ സമയത്ത് തന്നെ ഇതൊന്നും ഇല്ലാതെ നേരെ ബോണ്ടഡ് വെയർ ഹൗസിലേക്ക് മാറ്റാൻ പറ്റും. ടാക്സ് അപ്പടയ്ക്കണ്ട. പിന്നെ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമ്മളൊരു 4 മാസമോ 6 മാസമോ കഴിഞ്ഞിട്ടുള്ള എടുക്കുക. അപ്പോൾ ആ സമയത്ത് എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഡ്യൂട്ടി അടയ്ക്കാവുന്ന ഒരു സൗകര്യമാണ് ബോണ്ടഡ് വെയർ ഹൗസിനുള്ളത്. അതെല്ലാവർക്കും കിട്ടുന്നതല്ല. കസ്റ്റംസ് നമ്മളെക്കുറിച്ച് നന്നായി അന്വേഷിച്ച് നമ്മൾ ക്രെഡിബിൾ ആണെങ്കിൽ മാത്രം കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. അത്തരം ഫെസിലിറ്റി ഉൾപ്പെടെ നമുക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നിലയ്ക്കും നമ്മളൊരു ഇന്റർനാഷണൽ കമ്പനി വർക്ക് ചെയ്യുന്ന തരത്തിലാണ് നമ്മുടെ പ്രൊജക്റ്റ് തുടങ്ങിയത്. അപ്പോൾ 2014 ഞങ്ങൾ ഈ ലോർഡ് കൃഷ്ണ ഹോമാർട്ട് എന്നായിരുന്നു അതിൻ്റെ പേര്. അത് 2014 ഏപ്രിൽ 13-ാം തീയതി ആയിരുന്നു ഞങ്ങൾ അത് ഇനാഗുറേറ്റ് ചെയ്തത്. കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് മെയ് 14-നോ മറ്റോ ആണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റത്. അപ്പോൾ അദ്ദേഹം വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഈ മേക്ക് ഇൻ ഇന്ത്യ പോളിസി കൊണ്ടുവന്നിരുന്നു. ചൈനയായിട്ടൊക്കെ പ്രശ്നമാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അദ്ദേഹം നല്ല കാര്യമാണ് ചെയ്തത്. നമ്മുടെ രാജ്യത്തിന് നന്നാവാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്തത്. കാരണം മേക്ക് ഇൻ ഇന്ത്യ പോളിസിയാണ് ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലാവരും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള, അപ്പോൾ ഇമ്പോർട്ട് വരണ്ട എന്നുള്ള പോയിന്റിലാണ് ചെയ്തത്. പക്ഷെ നമ്മൾ ഓൾറെഡി ആ ട്രേഡിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പം ഞങ്ങളുടെ സാധനങ്ങൾ അവിടുന്ന് കപ്പൽ കയറി ഏകദേശം 100 കണ്ടെയ്നറോളം അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. അതിവിടെ എത്തിയപ്പോൾ ഈ കസ്റ്റംസുകാർ പറഞ്ഞു ഇതിന് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് വലിയൊരു പൈസ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വന്നു. വീണ്ടും ഒരു നിയമമാറ്റം വരികയാണ്. ആ നിയമമാറ്റത്തിൽ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി, ഞങ്ങളുടെ കൺസൾട്ടൻറ്റ് പറഞ്ഞു നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ പുതിയ നിയമപ്രകാരം നിങ്ങൾ ഈ ഇമ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഇവിടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ വിലയാവും നിങ്ങൾ ഇമ്പോർട്ട് ചെയ്താൽ പിന്നെ ഈ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ.
അത് വീണ്ടും ഒരു വലിയൊരു സെറ്റ് ബാക്ക് നമുക്ക് ഉണ്ടാക്കി. 100 പേരെയൊക്കെ പറഞ്ഞു വിടാണ്, ഓഫീസെല്ലാം പൂട്ടുവാണ്. ഓഫീസ് പെട്ടെന്ന് പൂട്ടാൻ പറ്റില്ല. 100 പേരോടൊപ്പം നമ്മൾ നാളെ തൊട്ട് വരണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരെയും കംഫർട്ടബിൾ സോണിൽ അവരോട് പറഞ്ഞു, നമ്മൾ മീറ്റിംഗ് വിളിച്ച് പറഞ്ഞു, നമ്മൾ മനസ്സിലാക്കി, യാഥാർത്ഥ്യം മനസ്സിലാക്കി, അതായത് ഇത് ഇനി മുന്നോട്ട് പോവില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി. അത് നമ്മൾ ഉൾക്കൊണ്ടു. കാരണം ഉൾക്കൊള്ളാണ്ടത് നിവൃത്തിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഉൾക്കൊണ്ടു. നമ്മൾ അതിനെ ഷട്ട് ഡൗൺ പ്ലാൻ ഉണ്ടാക്കി. ഒറ്റയടിക്ക് പൂട്ടില്ല, കൃത്യമായ പ്ലാനിങ് എടുത്തു. പൂട്ടാൻ പറ്റില്ലല്ലോ, കാരണം നമ്മളെ ആൾക്കാരുണ്ട്, പല സംവിധാനം, പലയിടത്തും കമ്മിറ്റ്മെന്റുകൾ എടുക്കല്ലേ. അപ്പൊ ഷട്ട് ഡൗൺ പ്ലാൻ ഞങ്ങള് സീനിയർ ആൾക്കാരൊക്കെ കൂടി ഷട്ട് ഡൗൺ പ്ലാൻ ഉണ്ടാക്കി, ഘട്ടം ഘട്ടമായിട്ട് ക്ലോസ് ചെയ്യുന്ന തരത്തിലാക്കി. അപ്പോൾ നമ്മളെല്ലാവരോടും മീറ്റിംഗ് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെയാണ് പ്രശ്നം, അപ്പോൾ നിങ്ങൾ വേറെ ജോലികൾ നോക്കണം, കാരണം നമുക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അത് 3 വർഷം കൊണ്ടാണ് അത് അടച്ചു തീർത്തത്, ക്ലോസ് ചെയ്തത്. അപ്പോൾ കാരണം അങ്ങനെയാണ് നമ്മൾ അത്രയും കോടികളുടെ നഷ്ടം വന്നു. പക്ഷേ ഈ 2 കാര്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, നിയമം മാറി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ. നിയമം, നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ മാറുമ്പോൾ ചില ബിസിനസ് നമ്മൾ കുഴപ്പത്തിലാവും. അപ്പൊ അത് ഇപ്പൊ ഈ കേരളത്തില് തമിഴ്നാട്ടിൽ വേറൊരാളുണ്ടായിരുന്നു, 400 കണ്ടെയ്നർ ഒരുമിച്ച് കൊണ്ടുവരുന്ന ചെറിയ ഷിപ്പ് ഉണ്ട്. ആ ഷിപ്പ് അങ്ങനെ എടുത്തിട്ട് കൊണ്ടുവന്നിരുന്ന ആളുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു ഞാൻ ജോബ്ലെസ് ആയി എന്നാ പറഞ്ഞ അയാൾ എന്നോട്. എനിക്കിനി അയാൾക്ക് അത് മാത്രം അറിയണ്ടായിരുന്നല്ലോ. അങ്ങനെ വലിയ ചെയ്തിരുന്ന ആൾക്കാർ മറ്റു സ്റ്റേറ്റുകൾ, ബോംബെയിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഇമ്പോർട്ട് വന്നിരുന്നത്. ബോംബെക്കാരൊക്കെ വലിയ പ്രോബ്ലത്തിലായി, ഈ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ. അത് പിന്നെ നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് തിരിച്ചു വന്നു. ഇതിന്റെ ഇടയ്ക്ക് പൊതുപ്രവർത്തനമുണ്ട്. ഇത്രയും കച്ചവടം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഈ പൊതുപ്രവർത്തനത്തിൽ എവിടെയാ സമയം? നമ്മൾ പൊതുപ്രവർത്തനത്തിലേക്ക് വന്നത് എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം നമുക്ക് ജീവിക്കാനും മറ്റൊക്കെ ഉള്ളൊരു സൗകര്യം വന്നു കഴിഞ്ഞാൽ മറ്റു തരത്തിൽ നമ്മുടെ നാടിന് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശമാണ് നമ്മുടെ മനസ്സിൽ പൊതുരംഗത്തേക്ക് വരാനുള്ള താല്പര്യം ഉണ്ടായത്. അത് എൻ്റെ അച്ഛനിൽ നിന്ന് പഠിച്ചാണ്. അച്ഛനും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അന്ന് നമ്മളെ പല ആളുകളൊക്കെ ആയിട്ട് നമുക്ക് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അച്ഛനായിട്ടുള്ള ഒരു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇലക്ഷന് മത്സരിക്കുകയും ചെയ്തു. ഇലക്ഷന് മത്സരിച്ചു. ഞാൻ 2021 അസംബ്ലി ഇലക്ഷനിൽ ഞാൻ മത്സരിച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ പഞ്ചായത്ത് റോഡുകളിൽ ടാർ ചെയ്യുന്നൊരു കാര്യം കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടായിരുന്നു. അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു തൃശ്ശൂരെല്ലാം. അത് ഞാനൊരു പദ്ധതി ഉണ്ടാക്കി കൊടുത്തിരുന്നു. കാരണം നമ്മൾ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ നാടിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മുടെ റോഡുകൾ, പഞ്ചായത്തിലുള്ള റോഡുകൾ മുഴുവൻ എല്ലാ വർഷവും ടാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മിക്കവാറും എല്ലാ റോഡും പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഞാൻ തൃശ്ശൂർ കോർപ്പറേഷനിലാണ് താമസിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും ഇങ്ങനെ ടാറിങ് നടക്കുന്നുണ്ട്. അത് കണ്ടു. അപ്പം ഞാൻ ഒരു ഡിസൈൻ ഉണ്ടാക്കി ഞാൻ കൊടുത്തു. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഡിസൈൻ പ്രകാരം അവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ബാലചന്ദ്രൻ അവർ അത് അംഗീകരിക്കുകയും അല്ലെങ്കിൽ അവിടുത്തെ കോർപ്പറേഷൻ്റെ അധികാരികൾ അത് അംഗീകരിക്കുകയും അത് പ്രകാരം അവർ നിർമ്മിക്കുകയും ചെയ്തു. അത് ഒരു കുഴപ്പമില്ലാതെ 2 വർഷമായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയും അതൊരു 10-20 വർഷക്കാലം നിൽക്കും, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു ഡിസൈൻ, അത് നമുക്ക് നിലവിലുള്ള റോഡ് വീതി കൂടുകയും ചെയ്യും. ഒരു 25 വർഷക്കാലം ലൈഫ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തത്, ആ ഡിസൈൻ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അത് ഞാനത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിനോടും മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനോടും ഞാനിത് പങ്കുവച്ചു. അതിനു മുമ്പായിട്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ രവീന്ദ്രനാഥ് മാഷ് മുൻ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തിനോടാണ് സത്യത്തിൽ ഞാനിത് ആദ്യം പറഞ്ഞത്. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, ഇത് നല്ലൊരു ആശയമാണ് വിജയരി, ഇത് നടപ്പിലാവണമെങ്കിൽ നമുക്ക് വളരെയധികം ഗുണമുണ്ടാവും, നമ്മുടെ നാട്ടിൽ വലിയൊരു വിപ്ലവമായിരിക്കും ഉണ്ടാവുക, നിങ്ങളത് മുന്നോട്ട് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴാണ് ഞാനത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന് ഇത് കൊടുത്തത്. അദ്ദേഹം ഇത് കേട്ട വഴിക്ക് തന്നെ ഇത് നല്ലൊരു ആശയമാണല്ലോ എന്ന് പറയുകയും അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം പിന്നെ തൃശ്ശൂർ വന്നപ്പോൾ നമുക്ക് ഈ സ്ഥലം ഒന്ന് കാണാമെന്ന് പറഞ്ഞ് അവർ കഴിഞ്ഞ ദിവസം വന്ന് കണ്ടിരുന്നു. അതിൻ്റെ ഫോട്ടോ ആണ് അതിലിട്ടത്. അപ്പോൾ അത് സാധിക്കുമെങ്കിൽ അത് നടപ്പിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, അത് നടപ്പിലാവുകയാണെങ്കിൽ കേരളത്തിൽ 2,60,000 കിലോമീറ്റർ നീളത്തിലാണ് നമ്മുടെ പഞ്ചായത്തുകളുടെ ഉടമസ്ഥയിലുള്ള റോഡ്. ആ റോഡുകൾ മുഴുവൻ സർക്കാരിന് പൈസ ചെലവില്ലാതെ നമുക്ക് അത് മുഴുവൻ ശരിയാക്കാൻ സാധിക്കും. അത് 25 വർഷം വരെ കേടുകൂടാതിരിക്കും. മാത്രമല്ല അത് ആ പദ്ധതിയിലൂടെ 40,000 വനിതകൾക്ക് തൊഴിൽ കൊടുക്കാനും സാധിക്കുന്ന ഒരു പദ്ധതിയാണത്. എന്തായാലും ആ പദ്ധതി യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും അത് തീരുമാനമാകട്ടെ എന്ന്. അത് നടക്കണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ അച്ഛൻ്റെ ഒരു ബിസിനസ്സായിരുന്നു ഹോട്ടൽ. ഡൽഹിയിൽ പോയിട്ട് ഒരു ഹോട്ടൽ തുടങ്ങിയായിരുന്നു. അത് പിന്നീട്
അതൊരു കഥയാണല്ലോ. അതെ, അപ്പൊ അത് അത് എന്താ വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അച്ഛന് ഹോട്ടല് നടത്തിയിരുന്നപ്പോൾ വളരെ അകലുന്ന് പോലും ആളുകൾ ഇത് ഭക്ഷണം തേടി വന്നിരുന്നു. അപ്പം നല്ല ഭക്ഷണം കൊടുക്കുക പറ്റണം എന്നുള്ളൊരു ഒരു ആഗ്രഹം എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. നല്ല ഭക്ഷണം കൊടുക്കുക, അതായത് പൈസ ഉണ്ടാക്കാനൊന്നുമല്ല അതിൽ നിന്ന്. കാരണം പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഇപ്പോൾ എവിടേക്ക് ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ഹോട്ടലുകളുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഹോട്ടൽ കിട്ടാൻ നമുക്ക് ചിലപ്പോൾ ശരിക്കുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹോട്ടൽ നമുക്ക് കിട്ടില്ല. വലുപ്പമല്ല ഉദ്ദേശിക്കുന്നത്, വലിയ ഹോട്ടൽ എന്നല്ല, ഒരു വൃത്തി വെടുപ്പുള്ള ഒരു ഹോട്ടൽ എന്ന് പറയില്ലേ. ചെറിയ ഹോട്ടലായാലും മതി, പക്ഷെ വൃത്തി ഉണ്ടാവണം, നല്ല ഭക്ഷണം ഉണ്ടായിരിക്കണം. ഈ വൃത്തി ഉണ്ടാവും. പല പല പ്രശ്നങ്ങളാണ് ഹോട്ടലിലുള്ളത്. മറ്റേ അജിനമോട്ടോ പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പം അതൊന്നും ഇല്ലാത്ത വീട്ടിലുണ്ടാക്കുന്ന പോലെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സംഗതി തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്താണ് പറഞ്ഞത്, അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങണല്ലോ എന്നുള്ള നിർബന്ധം എനിക്കുണ്ടായിരുന്നു, നോൺ വെജ് തുടങ്ങില്ല എന്നുള്ള. അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങാൻ ഏറ്റവും നല്ലത് നോർത്ത് ഇന്ത്യയാണ്. കാരണം നോർത്ത് ഇന്ത്യൻസ് ആണല്ലോ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ പിന്നെ ഞാൻ ഡൽഹിയിലൊക്കെ ഇടയ്ക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഒരിക്കൽ ഡൽഹിയിൽ ഞാൻ ഇങ്ങനെ പോയപ്പോൾ അവിടെ വെച്ചിട്ട് അപ്പോൾ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം കൂടി പറഞ്ഞു ഇവിടെ തന്നെ തുടങ്ങണം. അപ്പോൾ എനിക്കും തോന്നി കുഴപ്പമില്ല, ഡൽഹിയിൽ നമുക്ക് തുടങ്ങാം, ഒരു പുതിയൊരു ലൊക്കേഷൻ അല്ലേ എന്ന്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് തീരുമാനം എടുക്കുകയും പെട്ടെന്ന് തുടങ്ങുകയും ചെയ്തു. സക്സസ് ആയോ? അത് സക്സസ് ആയോ എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ അപ്പോൾ ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ ഒരു 3 മാസത്തോളം ഞാൻ അവിടെ താമസിച്ചു. 3 അല്ല, ഒരു 5 മാസത്തോളം താമസിച്ചു. ഒരു 1.5 മാസം കൊണ്ട് ഡൽഹിയിൽ പോയി 1.5 മാസം കൊണ്ട് സ്ഥലമൊക്കെ എടുത്തു, നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്തു, നല്ല രീതിയിൽ ഗ്രാൻഡ് ഓപ്പണിംഗ് ഒക്കെ ചെയ്തു. ആദ്യത്തെ മാസം അപ്പം നല്ല ഭക്ഷണം. അപ്പം ഞാൻ അവിടുത്തെ ഷെഫിനോട്, അവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ ഹോട്ടലിലെ ഷെഫായിരുന്നു, ഞാൻ പറഞ്ഞു നല്ല ഭക്ഷണം കൊടുക്കണം. ഞാൻ നേരത്തെ കണ്ടീഷനൊക്കെ പറഞ്ഞു, വീട്ടിൽ വെച്ച പോലെ ഒരാൾക്കൊരു കുഴപ്പം വരാൻ പാടില്ല. പൈസയല്ല ലക്ഷ്യം, പൈസ ഉണ്ടാക്കാനല്ല ഈ ഹോട്ടൽ തുടങ്ങിയിട്ടുള്ളത്. ഇത് നല്ല, പക്ഷേ കാശ് നഷ്ടപ്പെടുത്താൻ പറ്റില്ല നമുക്ക് അത് നടന്നു പോയാൽ മതി, അത്രേ ഉള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന കാശ് അതിന് നടക്കാൻ, അല്ലാണ്ട് എനിക്ക് അതിൽ നിന്ന് ഒരു പൈസ നമ്മൾ വേണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല. നല്ല ഭക്ഷണം കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത്തരം ശൃംഖലകൾ ധാരാളമായിട്ട് തുടങ്ങണം. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ റിപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ലാഭമൊന്നും കിട്ടണമെന്നില്ല, നല്ല ഭക്ഷണം ആൾക്കാർ കഴിച്ചു പോയാൽ മതി, അതാണ് ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് അവിടെ തുടങ്ങി ഞാൻ ആദ്യത്തെ മാസം, അപ്പോൾ തുടക്കത്തിൽ ഞാൻ മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ മാസം കിട്ടിയ എൻ്റെ ഇരട്ടി കച്ചവടം അടുത്ത മാസം ഉണ്ടായിരുന്നു, അതിൻ്റെ ഇരട്ടി കച്ചവടം അടുത്ത മാസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്കറിയാലോ, ഞാൻ ഇവിടെ പൊതുരംഗത്തും അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിലും ഇവിടെ നിൽക്കേണ്ട, എപ്പോഴും എനിക്കങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ മാസങ്ങളോളം മാറി നിൽക്കാൻ പറ്റില്ല. ഇവിടെയും പല സംഘടനയിലൊക്കെ ഞാൻ ഉള്ളത് കൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരേണ്ട പ്രശ്നമുണ്ട്. അപ്പം ഞാനിവിടെ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വരികയും മറ്റു സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് 1 മാസം 1.5-2 മാസം ഇവിടെ നിൽക്കേണ്ടി വന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല. ഒരു പ്രാവശ്യം ഒന്ന് പോയി വരാന്നല്ലാണ്ട് അവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബിസിനസ് കുറഞ്ഞത് മാത്രമല്ല, ഞാൻ അവിടെ പോയപ്പോൾ ക്വാളിറ്റി പോയി, ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി പോയി. അപ്പോൾ പക്ഷേ പിറ്റേ ദിവസം തന്നെ ക്വാളിറ്റി രണ്ടാമത് അവർ ശരിക്കെടുത്തു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ അവിടെ കൃത്യമായിട്ടൊരു ഓപ്പറേഷൻസിന് ആള് ഇല്ലെങ്കിൽ ഈ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു. ക്വാളിറ്റി നഷ്ടപ്പെടുമ്പോൾ ഞാൻ എൻ്റെ ഉദ്ദേശം നടക്കാണ്ട് പോകും. എൻ്റെ ഉദ്ദേശം നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണല്ലോ, അത് നടക്കാതെ പോകും. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ഇവിടെ വന്നു. അപ്പോൾ ഞാനുള്ളപ്പോൾ വീണ്ടും ശരിയാക്കി, ഞാൻ തിരിച്ചു വന്നപ്പോൾ വീണ്ടും അതിൻ്റെ ക്വാളിറ്റി വീണ്ടും നഷ്ടപ്പെടുന്നു. നമ്മളുണ്ടെങ്കിൽ മാത്രം നടക്കുന്ന രീതിയായി. അപ്പോൾ എന്താ വെച്ചാൽ എനിക്കാണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ നമ്മളെ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, അതിന് വൺ ആൻഡ് ഓൺലി ഉദ്ദേശശുദ്ധി. അത് പക്ഷെ നടക്കാണ്ട് പോവാണ്. അപ്പോൾ പിന്നെ എൻ്റെ ആ ഒരു ഇതിൽ നിന്ന് പോയില്ലേ, ഞാൻ എന്താണോ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആ ടാർഗറ്റിൽ നിന്ന് ഞാൻ ഡീവിയേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു യാഥാർത്ഥ്യം മനസ്സിലായി, ഇവരെ കൊണ്ട് ഇത് അവർക്ക് അങ്ങനെ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല. അവിടെ ആളുകൾക്ക് അവർക്ക് ഇപ്പോൾ പൈസ ഉണ്ടാക്കുക എന്നുള്ള കമ്മിറ്റ്മെന്റ് ആണ്, അല്ല അവരെ ഉദ്ദേശിക്കുന്ന അതാണ്. നമ്മുടെ ടാർഗറ്റ് മറ്റേതുമാണ്. അപ്പോൾ അത് മാച്ച് ആവാണ്ടായപ്പോൾ എനിക്ക് തോന്നി അത് ശരിയാവില്ല, നമുക്ക് അങ്ങനെ അതിൽ പങ്കാളിയാവേണ്ട കാര്യമില്ല. അപ്പോൾ അത് വിൽക്കാൻ തീരുമാനിച്ചു. ഞാനത് വിൽക്കുക ചെയ്തത്, വിറ്റൊഴിവായി. ഇതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കച്ചവടം കൊണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രൊജക്റ്റ് മാനേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഒട്ടനവധി ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഒരു അമ്പലം നമ്മൾ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തൊരു കഥയുണ്ട്. എങ്ങനെയാണ് ഈ പ്രൊജക്ട് മാനേജ്മെന്റിലേക്ക് വരുന്നത്, എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്? പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു 3/4 കിലോമീറ്ററോളം അകലെയാണ് റോട്ടിൽ നിന്നുള്ളത്.
വഴി ഉണ്ടായിരുന്നില്ല. വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് റിനോവേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. റിനോവേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ സാധനങ്ങൾ വരാൻ വഴി വേണം. അങ്ങനെ ഞങ്ങൾ അതിന് വഴി ഉണ്ടാക്കാനായിട്ട് അവിടെ 50 വർഷമായിട്ട് അവിടെ ആൾക്കാർ ശ്രമിച്ചിട്ട് നടക്കണ്ടായിരുന്നില്ല. അങ്ങനെ അത് അവിടുത്തെ അമ്പലത്തിൻ്റെ ശക്തി കൊണ്ടാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് വഴി വന്നത്. ഞങ്ങളത് മുഴുവൻ സ്ഥലങ്ങൾ മുഴുവൻ സർവേ ചെയ്തിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാന്ന് നോക്കി അത് ഐഡൻറ്റിഫൈ ചെയ്തു. അതിൻ്റെ ഓണറെ കണ്ടെത്തി. ആ ഓണറെ കണ്ടെത്തിയപ്പോൾ 3 ആളുടെ ലാൻഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പിന്നിൽ വഴിയില്ലാത്ത ആൾക്കാരുടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരോട് നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് വഴി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പകരം നിങ്ങൾ ഇതിന് കോമ്പൻസേഷനായിട്ട് നമുക്ക് കുറച്ച് സ്ഥലം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എഗ്രി ചെയ്തു. കാരണം വെച്ചാൽ അവരെ വഴി കിട്ടിയാലും അവർക്ക് അപ്പോഴും 3 ഇരട്ടി അവരെ പ്രോപ്പർട്ടിക്ക് സ്ഥലവില കൂടും. 30,000 40,000 ഉണ്ടായ സ്ഥലത്ത് നിന്ന് 2 ലക്ഷം രൂപയാവും. അപ്പം തന്നെ അവർക്ക് കോടികളുടെ ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ എഗ്രി ചെയ്തു. നമ്മൾ ചെയ്യുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുന്നിലുള്ള റോഡ് സൈഡിലുള്ള ആളോട് നമ്മൾ പറഞ്ഞു അപ്പോൾ നമുക്കിങ്ങനെ ഇത്രയും സ്ഥലത്തേക്ക് അമ്പലത്തിലേക്ക് വഴി വേണം. അപ്പോൾ അവർ ക്രിസ്ത്യൻസ് ആയിരുന്നു. പക്ഷേ എങ്കിലും അവർ പറഞ്ഞു നിങ്ങളുടെ അമ്പലത്തിലൊക്കെ ഞങ്ങൾക്ക് നിങ്ങളുടെ അമ്പലത്തിൻ്റെ ശക്തിനെ കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ ഞങ്ങളത് തരാൻ തയ്യാറാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ തരുന്ന സ്ഥലം ഈക്വലായിട്ടുള്ള സ്ഥലം നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ തരാനാണ്. അവർ എഗ്രി ചെയ്തു. വഴി 4 കാറ് പോകാവുന്ന വീതിയിൽ ഇപ്പോൾ വഴി അവിടെ വന്നു. അതിനൊരു കാര്യം അത് നമ്മൾ ചെയ്തൊരു ചെറിയ ബുദ്ധിപരമായ ഒരു നീക്കമാണ്. അപ്പം അങ്ങനെ തോന്നി അങ്ങനെ ചെയ്യാനായിട്ട്. അതാണ് അപ്പോൾ അത് അതിൽ ക്ലിക്കായി. അത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഒരു പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ ആ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ അത് ഒരു 700 മീറ്റർ ദൂരത്തോളം ഭയങ്കര സ്റ്റീപ്പാണ്. മാത്രമല്ല ഒരു സൈഡൊക്കെ ഇങ്ങനെ ഇല്ല, റീറ്റെയിനിങ് വാളൊന്നും ഇല്ല, ഭയങ്കര നാരോ റോഡാണ്. അപ്പോൾ ആളുകൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഞങ്ങളുടെ സെയിൽസുകാർ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുമ്പോൾ അവർ പകുതി എത്തിയിട്ട് തിരിച്ചു പോവുക. ഞങ്ങൾക്ക് വേണ്ടാറ് ഇത് കയറിയിട്ടുള്ള വീട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകണം. അപ്പോൾ ഭയങ്കര പ്രോബ്ലത്തിലായി. നമ്മളിത് പ്രൊജക്റ്റ് നമ്മൾ പണിത് കഴിയുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, വിൽക്കാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ അതിൻ്റെ സൈഡിൽ ഡ്രെയിൻ ഉണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2 സൈഡിലും ഡ്രെയിനിൽ സ്ലാബ് ഇട്ടു. അപ്പോൾ റോഡിന് വീതി കൂടി. അതിൻ്റെ കൂടെ സൈഡിൽ റീറ്റെയിനിങ് വാളും കെട്ടി. ഇത് നമ്മൾ നമ്മുടെ ചിലവിൽ ചെയ്തു. ആ ചിലവിൽ ചെയ്തപ്പോൾ ഗവൺമെൻറ് കോർപ്പറേഷൻ അത് ടാർ ചെയ്തു. കാരണം ടാർ ചെയ്യാത്തത് അവർക്കിത് സൈഡ് റീറ്റെയിനിങ് വാളില്ലാത്ത കാരണമായിരുന്നു. അവർ ടാർ ചെയ്തു. ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ അത് ഉപകാരം. എല്ലാവർക്കും ലാൻഡിന് വില കൂടി. അതിന് മറ്റൊരു കാര്യം. പിന്നെ വേറെ നമ്മുടെ തന്നെ അടുത്തൊരു വേണ്ടപ്പെട്ട ഒരാൾ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഞാനിങ്ങനെ PMCയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതിനെ കുറിച്ച് പറഞ്ഞു. 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അദ്ദേഹം ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ അതൊക്കെ പ്രസൻറ്റ് ചെയ്തു. ആ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ എഞ്ചിനീയറിംഗ് ടീമും എല്ലാവരും ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ആശയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ മീറ്റിംഗ് കഴിയുന്നതോടെ ഈ പ്രൊജക്റ്റ് 100 കോടി രൂപ എന്നുള്ളത് വേണ്ട, നമുക്ക് 60 കോടി രൂപയിൽ ഇതിനേക്കാളും നന്നാക്കി ചെയ്യാനുള്ള 40 കോടിയുടെ വ്യത്യാസമുണ്ട്. അതെ, ആശയം ഉണ്ട്. അപ്പോൾ അവർ ചോദിച്ചു ഇതെങ്ങനെയാണ് എല്ലാവരും ഇതെങ്ങനെ പോസിബിൾ അല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ബ്രേക്കപ്പ് അവിടെ നിന്ന് കൈകൊണ്ട് തന്നെ എഴുതി അവർക്ക് കാണിച്ചു കൊടുത്തു. അത് ഒരു എഞ്ചിനീയർക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. അപ്പം നമുക്ക് തോന്നുന്നൊരു ആശയമാണ്. അതൊരു ദൈവാധീനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവർ അത് ഉൾക്കൊണ്ടു ആ കാര്യം. പക്ഷെ അവർ അപ്പോഴേക്ക് മറ്റേ പദ്ധതിയായിട്ട് 100 കോടി പദ്ധതിയായിട്ട് കുറേ മുന്നോട്ട് പോയിരുന്നു. ഇനി തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചില ആശയങ്ങൾ നമുക്ക് ഒരു പദ്ധതി കാണുമ്പോൾ തന്നെ തോന്നാറുണ്ട്. അതേപോലെ തന്നെ ഒരു 4 സ്റ്റാർ ഒരു ഹോട്ടലിൻ്റെ പ്രൊജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് 14 കോടി രൂപയ്ക്കായിരുന്നു കൺസ്ട്രക്ഷൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ അത് മൊത്തത്തിൽ ഞങ്ങൾ PMC ചെയ്യുമ്പോൾ ടോട്ടൽ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വന്നാൽ അയാളുടെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള രീതിയിലാണ് ഞങ്ങളതിന് ഡിസൈൻ ചെയ്യുക. ഈവൺ അതിൻ്റെ ലൊക്കേഷൻ പോലും. അപ്പോൾ അതിൽ ഞങ്ങൾ വളരെയധികം റിസർച്ച് ചെയ്യും. ആ റിസർച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ എക്കണോമി കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ ഈ 4 സ്റ്റാർ ഹോട്ടലിൻ്റെ കേസിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ അവർ 14 കോടി രൂപ വരെ പ്രോജക്റ്റ് വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ ടോട്ടൽ അപ്പോൾ 20 കോടി രൂപ 20 കോടി രൂപയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരും. വലിയൊരു എമൗണ്ട് ആണ്. അപ്പം ഞങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പ്രോജക്റ്റ് ഫീസിബിൾ ആവില്ല.
അത് ഞങ്ങൾ അപ്പോൾ മറ്റൊരു വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കുക ചെയ്യുള്ളൂ. മറ്റ് ആർക്കിടെക്ട്സൊക്കെ ഇപ്പോൾ അവർക്ക് ഇഷ്ടം, എല്ലാ ആർക്കിടെക്ട്സിനും ഇഷ്ടം പൈസ കൂട്ടാനാണ്. കാരണം വലിയ പ്രൊജക്റ്റ് ചെയ്തെന്ന് പറയാനാണ് ഇഷ്ടം. ഞാൻ ഇഷ്ടപ്പെടുന്നത്, എനിക്കറിയാം ഒരു സംരംഭകൻ വിജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അയാൾ വിജയിക്കുന്ന തരത്തിലുള്ള ഫോർമുലയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇത് ഫീസബിൾ ആവില്ല, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കണം. അങ്ങനെ അപ്പോൾ അവർ നമ്മളോട് അത് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു. നമ്മളത് 14 കോടി രൂപയുടെ സംഗതി 7 കോടി രൂപയിൽ അവസാനിപ്പിക്കാവുന്ന 50% കുറച്ചിട്ട് ഡിസൈൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെ ഈ പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇതെന്താ വെച്ചാൽ ഈ ചെയ്യുന്ന അതായത് ക്ലയൻറ്റിന് കൃത്യമായിട്ട് ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ ഒന്നും കാര്യങ്ങൾ അറിയില്ല. നമ്മളിപ്പോൾ ഒരു സംരംഭകനായതുകൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളും അറിയാം, കെട്ടിട നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് നമ്മൾ ആ ഫങ്ഷണൽ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള സംഗതി നമ്മൾ ചെയ്യുമ്പോഴാണ് ഇതിൽ കോസ്റ്റ് കുറയുന്നത്. അപ്പോൾ കോസ്റ്റ് കുറയുക മാത്രമല്ല, ഡിസൈനിൽ ഞങ്ങളുടെ ഓഫീസ് വളരെയധികം അതിനുവേണ്ടി അങ്ങനത്തെ എക്സ്പേർട്സ് ഞങ്ങൾ അവിടെ ഉണ്ട്, എനിക്കും അറിയാം. അപ്പം നമ്മൾ അതിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും. വെറുതെ വന്ന വഴിക്ക് വരച്ചു കൊടുക്കല്ലേ ചെയ്യുക. ഞങ്ങൾ അതിൻ്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസ് പലവട്ടം ചർച്ച ചെയ്ത് ഒരു പ്ലാൻ നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ ഒരു 10-30 തരം ഓപ്ഷൻസ് വരച്ച് അതിലേതാ നല്ലത് നോക്കിയിട്ടാണ് ഞങ്ങളത് ഫൈനലൈസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമുണ്ട്. നമ്മൾ ആ പ്രൊജക്റ്റ് ഇപ്പോൾ ഓണായോ? ആ പ്രൊജക്റ്റിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രൊജക്ട് മാനേജ്മെന്റിൽ അത്യാവശ്യം വൈദഗ്ധ്യമുണ്ട്. അതുപോലെ തന്നെ ലോർഡ് കൃഷ്ണ ബിൽഡേഴ്സ് ഓൾ ഓവർ കേരള പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ ടേൺ ഓവറും വലിയൊരു വിജയവും ഒക്കെ നേടാൻ പറ്റിയിട്ടുണ്ട്. ഒരു അവസാനത്തെ ക്വസ്റ്റിനോട് കൂടി നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. പണം പോയിട്ടുണ്ട്, പണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് എപ്പോഴാണ് തോന്നിയത്? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമല്ലോ, റിവൈൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്ന ഇത് അങ്ങനെ, അതാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷം എന്ന് തോന്നുന്നത് എപ്പോഴാണ്? അതായത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കുക. കഷ്ടത അനുഭവിച്ച് വരുന്ന ആൾക്കാരെ സഹായിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു പ്രസന്നത, അതാണ് ശരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം. അത് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ അതിന് നമുക്ക് റിസോഴ്സസ് വേണം. കാരണം അല്ലാതെ നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റില്ലല്ലോ. പലതരത്തിലുള്ള റിസോഴ്സസ് വേണം. അതാണ് അത് എത്രമാത്രം ആളുകൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുമോ, അത് ഞാൻ ഉമ്മൻചാണ്ടി സാറിൽ നിന്ന് പഠിച്ചതാണ് ആ കാര്യം. അത് പരമാവധി ആളുകൾക്ക്, വരുന്ന ആളുകളെ മുഴുവൻ സഹായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഞാൻ പഠിച്ചൊരു കാര്യമാണത്. അത് അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ജീവിതത്തിൽ ഒരുപാട് തവണ വിജയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തോറ്റിട്ടുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജയിക്കുക തോക്കുക എന്നൊക്കെ പറയണത് ഇത്രമേൽ എളുപ്പത്തിലൊരു ജീവിതത്തിൽ കടന്നു വന്നങ്ങനെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. ഇനി തോക്കാൻ പേടിയുണ്ടോ? തോറ്റാൽ ജയിക്കാൻ പറ്റുന്ന വിശ്വാസമുണ്ടോ? നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ, നമ്മളൊരു ടാർഗറ്റ് വെച്ച് നമ്മളൊരു വിഷൻ, മിഷൻ, ഒരു ആക്ഷൻ പ്ലാനൊക്കെ ഉണ്ടാക്കി കൃത്യമായിട്ട് ഒരു ടാർഗറ്റോടുകൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റു പ്രശ്നങ്ങളൊന്നും, ഈ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ സക്സസ് ആവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് ഒരു ബിസിനസ് 100% സക്സസ് ആവുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ വോൾ ഹേർട്ടഡായിട്ട് നമ്മൾ അതിൽ ഇൻവോൾവ് ആവണം. അല്ലെങ്കിൽ നമ്മളോ അല്ലെങ്കിൽ ആരെങ്കിലും, ഇപ്പം നമ്മളതിന് ഇൻവോൾവ് ആണെന്ന് ഉള്ള ഒരു അഭിപ്രായം എനിക്കില്ല. കാരണം വെച്ചാൽ എത്രയോ സ്ഥാപനങ്ങൾ, ഉടമസ്ഥൻ പോലും കാണാത്ത സ്ഥലത്ത് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടായിരിക്കണം. അത് പ്രകാരം പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കണം. അതിൻ്റെ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കണം. എന്തൊക്കെ ആക്ടിവിറ്റി നടക്കുന്നോ ആ ആക്ടിവിറ്റികളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. ഒരു സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സംരംഭകൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏത് കാര്യത്തിലും ഒരുപാട് കാര്യങ്ങൾ, ഓരോ ദിവസവും നിരവധി തീരുമാനങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ എടുത്തുമ്പോൾ ഉണ്ടാവും. അതൊക്കെ ആയിരിക്കും ഒരു സ്ഥാപനത്തിന്, ഒരു പ്രസ്ഥാനത്തിന്, നമ്മൾ ഒരു ലീഡർഷിപ്പിലിരിക്കുമ്പോൾ അതിൻ്റെ സക്സസ് ഉണ്ടാവുന്നത്. അതിന് നമുക്ക് ആ തീരുമാനങ്ങൾ തെറ്റാതിരിക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിലാണ് തെറ്റില്ലാത്ത തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ 100 തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ 10 തീരുമാനങ്ങൾ പാളിപ്പോയിന്ന് വരും, ബാക്കി 90 ജയിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്ലോലി തീരുമാനമൊക്കെ നമ്മൾ 20 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പം ഞാനൊക്കെ വേഗം ചെയ്യണം എന്നുള്ളൊരു രീതി ഉള്ള ഒരാളാണ്, ആഗ്രഹമുള്ള ഒരാളാണ്. ഇന്ന് വിജയഹരി നമ്മളോട് സംസാരിച്ചത് നമ്മളെല്ലാവരും കേട്ടു. ജീവിതത്തിൽ ഒരുപാട് സംരംഭങ്ങൾ ചെയ്തിട്ടുണ്ട്. 2 സംരംഭങ്ങൾ തോൽക്കാനുള്ള കാരണം ഗവൺമെൻറ്റിൻ്റെ നയങ്ങളായിരുന്നു. പിന്നീടുള്ള സംരംഭങ്ങളിലെല്ലാം അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു വിജയ ചരിത്രം തന്നെ കുറിച്ചിട്ടുണ്ട്.
പൊതുരംഗത്തും അതുപോലെ തന്നെ സംരംഭക രംഗത്തും കഠിനമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ ഓരോ തോൽവികളെ എങ്ങനെ മറികടക്കാമെന്നും ഓരോ തീരുമാനങ്ങൾ എങ്ങനെയാണ് വിജയത്തിലേക്ക് നയിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇദ്ദേഹത്തിൻ്റെ സംരംഭം ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തും. ലോർഡ് കൃഷ്ണ ബിൽഡേഴ്സ് എന്ന് പറയുന്ന വാക്ക് കേരളം ഒട്ടാകെ ഇപ്പോൾ അറിയാം. അതിൻ്റെ മാറ്റി ഇനിയും കൂടുകയുള്ളൂ. വിജയഹരിയെപ്പോലുള്ള നല്ല സംരംഭകരും നല്ല പൊതുപ്രവർത്തകരുമാണ് നമുക്ക് വേണ്ടത്. ഇനിയും അദ്ദേഹം വളരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.